നമ്മൾ ഇന്ന് സൈക്കോളജീന്റെ നെക്സ്റ്റ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസീസ് ആണ് പറഞ്ഞു നിർത്തിയത്. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്റേണൽ സ്ട്രെസ് കാരണം നമ്മുടെ മൈൻഡ് ആക്ടിങ് ഓൺ ദി ബോഡി ഡ്യൂ ടു അത് കാരണം വരുന്ന ഡിസീസസിനെയാണ് നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് അടുത്ത പാർട്ടാണ് ഹാബിറ്റ്സ്. ഹാബിറ്റ്സ് എ തിങ് പ്രാക്ടീസ് ലോങ് ബിക്കം എ ഹാബിറ്റ്. നമ്മൾ നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശീലമായി മാറുന്നത്. ഹാബിറ്റ് ഈസ് അക്കസ്റ്റംഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. നമ്മൾ ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങൾ ചെയ്യണത് ഓരോ രീതിയിലായിരിക്കും. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്തു വരണത്, ആ അതാണ് പിന്നെ ശീലങ്ങളായി മാറുന്നത്. അപ്പൊ ഹാബിറ്റിന്റെ ഒരു ഡെഫിനേഷനാണ് ഹാബിറ്റ് ഈസ് അക്കസ്റ്റംഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഓരോ ആൾക്കാരും അവരവരുടേതായ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതാണ് അക്കസ്റ്റംഡ് വേ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹാബിറ്റ് വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കാണാറുണ്ട്. ഈ അക്കസ്റ്റംഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ് എന്താന്ന് വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ആണ് ഹാബിറ്റ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹാബിറ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഓട്ടോമാറ്റിക് ലൈക്ക് റിഫ്ലെക്സ് ആക്ഷൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ദിവസം ചെയ്തു വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ശീലമായി മാറുന്നത്. നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ല, അത് നമ്മുടെ ഒരു റൊട്ടീന്റെ ഭാഗമായി മാറിയിട്ടുള്ളതായിരിക്കും ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദേ ആർ ഓട്ടോമാറ്റിക്. നമ്മളിപ്പോൾ ഒരു ചൂടുവെള്ളത്തിന്റെ മേലെ തൊട്ടിണെങ്കിൽ നമ്മൾ കൈ വലിക്കുന്ന ഒരു റിഫ്ലെക്സ് ആക്ഷൻ പോലെ നമ്മൾ നിരന്തരമായിട്ട് ഒരു ദിവസം നമ്മൾ അറിയാതെ പോലും നമ്മൾ ചെയ്തു വരണ നമ്മുടെ ലൈഫിന്റെ പാർട്ടായി മാറുന്ന ഒരു കാര്യമാണ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് ഓട്ടോമാറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദേ ക്യാൻ ബി പെർഫോംഡ് ഓൺലി അണ്ടർ സിമിലർ സർക്കംസ്റ്റാൻസസ്. എന്നും ചെയ്തു വരുന്ന സർക്കംസ്റ്റാൻസസിലാണ് നമ്മളത് അപ്ലൈ ചെയ്യുക. ഓരോ ദിവസം ഓരോ ആൾക്കാർക്ക് ഓരോ റൊട്ടീൻ ഉണ്ടാവും. അപ്പൊ സിമിലർ ആയിട്ടുള്ള റൊട്ടീനിലാണ് നമ്മൾ നമ്മുടേതായ ഹാബിറ്റുകൾ അവിടെ അപ്ലൈ ആവുക. നെക്സ്റ്റ് ദേ ആർ അക്വയർഡ് ത്രൂ റിപ്പിറ്റേഷൻ. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൺസ് ഇൻ എ വൈൽ ഫോം ചെയ്യണ ഒരു കാര്യമല്ല. അത് കുറെ കാലം എടുത്ത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് അത് നമ്മുടെ ലൈഫിന്റെ പാർട്ട് ആവുന്നതാണ്. അപ്പൊ റിപ്പിറ്റേഷൻ ആണ് ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഒരു കാര്യം നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് അതൊരു നമ്മുടെ ലൈഫിൽ ഒരു ശീലമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു കൺക്ലൂഷനിൽ നമുക്ക് പറയാം ഹാബിറ്റ് ആർ ദി പ്രൊഡക്റ്റ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ്. ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴോ കുറെ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് നമ്മുടെ ലൈഫിൽ ഒരു ഹാബിറ്റായി മാറുന്നത്. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മളിപ്പോൾ നോക്കിയത് ഹാബിറ്റ് ആണ്. അപ്പൊ ഹാബിറ്റിന്റെ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹാബിറ്റിന്റെ ഡെഫിനേഷൻ എഴുതുക, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സും 2 നോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹാബിറ്റ് ഈസ് അക്കസ്റ്റംഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. അക്കസ്റ്റംഡ്, ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങൾ ചെയ്യണ രീതി വ്യത്യസ്തമാണ്. അങ്ങനെ കുറെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഒരു കാര്യം നമ്മുടെ ലൈഫിലെ ഹാബിറ്റായി മാറുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവർ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഓട്ടോമാറ്റിക് ആയി ചെയ്തു വരുന്ന കാര്യമാണ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ. ദേ ക്യാൻ ബി പെർഫോംഡ് ഓൺലി അണ്ടർ സിമിലർ സർക്കംസ്റ്റാൻസസ്. ഒരു സെയിം സിറ്റുവേഷനിലാണ് നമ്മളത് പെർഫോം ചെയ്യുക. പിന്നെ റിപ്പിറ്റേഷൻ വഴിയാണ് നമ്മുടെ അത് ഹാബിറ്റായി മാറുന്നത്. പിന്നെ ഹാബിറ്റ് നമുക്ക് 5 മാർക്ക് ചോദിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ വാട്ട് ഈസ് ഹാബിറ്റ് ആൻഡ് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹാബിറ്റ് ഫോർമേഷൻ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്ക് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയർ. ഇപ്പൊ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഹാബിറ്റ് ഫോർമേഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യും. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് 3 ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് പ്രിൻസിപ്പിൾസ് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഹാബിറ്റ് ഫോർമേഷൻ. ഹാബിറ്റ് ആർ ഫോംഡ് ബൈ ഫ്രീക്വന്റ് റിപ്പിറ്റേഷൻ. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിന്റെ പാർട്ടായി മാറുന്നത്, അതൊരു ഹാബിറ്റ് ആയി മാറുന്നതെന്ന് നോട്ട് ചെയ്യാം. ഹാബിറ്റ് ഫോർമേഷൻ ഷുഡ് ബിഗെയിൻ ഏർലി ഇൻ ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡിൽ തന്നെ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമ്മളത് വലുതാവുമ്പോൾ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഗുഡ് ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതിപ്പോ കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ്, ഹാൻഡ് വാഷിങ്, ബ്രഷിങ് അതൊക്കെ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവരത് അപ്പൊ തന്നെ അത് ശീലിച്ചു വരികയാണ്. പിന്നെ അത് വലുതാവുമ്പോൾ അവരുടെ ഒരു റൊട്ടീനായി മാറുന്നു, അതൊരു ഹാബിറ്റായി മാറുന്നു.
അപ്പൊ ഹാബിറ്റ് ഫോർമേഷൻ ഏർലി ഇൻ ചൈൽഡ്ഹുഡ് തന്നെ തുടങ്ങേണ്ട ഒരു പ്രോസസ്സാണ്. അതാണ് പറയുന്നത് ഹാബിറ്റ് ഫോർമേഷൻ ഷുഡ് ബിഗിൻ ഇൻ ഏർലി ചൈൽഡ്ഹുഡ്. ഇറ്റ് ടേക്സ് ടൈം ടു ഫോം ഹാബിറ്റ്, കനോട്ട് ബി ഫോംഡ് ഓവർനൈറ്റ്. നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യണം എന്ന് വെച്ച് നാളെ അതൊരു ഹാബിറ്റായി മാറില്ല. കുറെ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് അത് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഹാബിറ്റ് ഫോർമേഷൻ. അതിപ്പോ ഏർലി ചൈൽഡ്ഹുഡിൽ തുടങ്ങി കുട്ടി വലുതാവണ ടൈം വരെ എത്തുമ്പോൾ അത്രയും ടൈം എടുത്തിട്ടാണ് ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ടൈം വേണം. ഹാബിറ്റ് ഫോർമേഷൻ എന്ന പ്രോസസ്സിനെ ടൈം എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഹാബിറ്റ് ഫോർമേഷൻ. ദർ ഷുഡ് ബി എ സ്ട്രോങ് ഇമോഷണൽ സ്റ്റിമുലസ്. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യണതിൽ എന്തെങ്കിലും അതിനേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിലാണ് നമ്മൾ അത് ചെയ്യുക. അപ്പോൾ അതിനേതായിട്ടുള്ള ഒരു റീസൺ അതിന്റെ പിന്നിൽ ഉണ്ടെങ്കിലാണ് നമുക്കത് ഒരു പർപ്പസ് ഉണ്ടാവണം. അപ്പൊ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റിമുലസ് ഉണ്ടെങ്കിലാണ് നമ്മളത് ചെയ്യുള്ളൂ. അതാണ് എന്തിന്റെ പിന്നിലൊരു ഇമോഷണൽ സ്റ്റിമുലസ് ഉണ്ടാവണം അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഗുഡ് ഹാബിറ്റ്സ് കിൽ ബാഡ് ഹാബിറ്റ്സ്. അപ്പൊ നമ്മൾ നല്ല ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാഡ് ഹാബിറ്റ് അവിടെ ഇല്ലാതെ ആവുകയാണ് ചെയ്യണത്. ഇതാണ് ഗുഡ് ഹാബിറ്റ്സ് കിൽ ബാഡ് ഹാബിറ്റ്സ്. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹാബിറ്റ് ഫോർമേഷൻ. 5 പോയിന്റ് ആണ് ഉള്ളത്. ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ വഴിയാണ് ഉണ്ടാവുന്നത്. ഹാബിറ്റ് ഫോർമേഷൻ ചൈൽഡ്ഹുഡ് മുതൽ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. ചൈൽഡ്ഹുഡ് മുതൽ അത് റിപ്പീറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു പ്രോസസ്സാണ്. ഇറ്റ് ടേക്സ് ടൈം ടു ഫോം ഹാബിറ്റ്. ആ പ്രോസസ്സ് അത്യാവശ്യത്തിന് സമയം എടുത്തുകൊണ്ടിട്ടാണ് ആ ഹാബിറ്റ് ഫോർമേഷൻ എന്ന് നടക്കുന്നത്. ദർ ഷുഡ് ബി സ്ട്രോങ് ഇമോഷണൽ സ്റ്റിമുലസ്. ഒരു ഇമോഷണൽ സ്റ്റിമുലസ് ഉണ്ടാവും അതിന്റെ പിന്നില്. പിന്നെ ഗുഡ് ഹാബിറ്റ്സ് ബാഡ് ഹാബിറ്റ്സിനെ ഇല്ലാതാക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് റോൾ ഓഫ് ഹെൽത്ത് വർക്കർ ഇൻ ബ്രിങ്ങിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഓരോ കമ്മ്യൂണിറ്റിയിലും അവരവരുടേതായിട്ടുള്ള വാല്യൂസും ട്രഡീഷൻസും ഒക്കെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന പീപ്പിളും അതേ വാല്യൂസിനും ബിലീഫും ഫോളോ ചെയ്ത് പോകുന്നവരായിരിക്കും. ആസ് എ ഹെൽത്ത് വർക്കർ നമ്മൾ അറിയേണ്ടത് എന്താന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരുടെ ട്രഡീഷൻസും അവര് പ്രൊട്ടക്ട് ചെയ്ത് വരുന്ന അവരുടെ ബിലീഫും വാല്യൂസും ആസ് എ ഹെൽത്ത് വർക്കർ ആ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യണ ആളെന്ന രീതിയിൽ നമ്മളത് അറിഞ്ഞിരിക്കണം. ആ വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും ബിലീഫും അവരുടെ പേഴ്സണാലിറ്റിനെയും ബിഹേവിയറിനെയും ഷേപ്പ് ചെയ്യണതായിരിക്കും. അതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസിനെ ആയാലും അതെ, അവരെടുക്കുന്ന തീരുമാനങ്ങൾക്കായാലും അതെ, അവരുടെ കമ്മ്യൂണിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യണ വാല്യൂസിനെയും ബിലീഫിനെയും വലിയൊരു റോളാണ് ഉണ്ടാവുക. അപ്പൊ ഹെൽത്ത് വർക്കർ എന്ന രീതിയിൽ ഓരോ കമ്മ്യൂണിറ്റിയിലും എക്സിസ്റ്റ് ചെയ്യും ഫോളോ ചെയ്ത് വരണ വാല്യൂസും ബിലീഫും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു മിസ്കൺസെപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് ക്ലാരിഫൈ ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് ഹെൽത്ത് വർക്കറിന്റെ റോൾ എന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഹെൽത്ത് വർക്കർ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ കമ്മ്യൂണിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കമ്മ്യൂണിറ്റീനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക? അവരുടേതായിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാവും. ഇപ്പൊ പൊളിറ്റിക്കൽ ലീഡേഴ്സോ റിലീജിയസ് ലീഡേഴ്സോ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ആ വാല്യൂസും ബിലീഫും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് വലിയ ഹെൽത്തിനെ വല്ലത് എഫക്ട് ചെയ്യണ രീതിയിലാണെങ്കിലും നമ്മളത് മുൻകൂട്ടി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അതുപോലെ തന്നെ റിലീജിയസ് ലീഡേഴ്സ് അവർ വഴിയാണ് നമുക്കത് കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്ന് കമ്മ്യൂണിറ്റീനെ നല്ലൊരു വാല്യൂവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണത്. അപ്പോൾ അതാണ് ആ സ്ലൈഡിൽ പറയണത്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ള ജസ്റ്റ് ഒന്ന് വായിക്കാം. പ്രാക്ടീസസ് എക്സിസ്റ്റിംഗ് ഇൻ എ കമ്മ്യൂണിറ്റി ഡിപ്പെൻഡ് ഓൺ values, attitudes, and beliefs of people. A health worker has to learn the existing values, attitudes, and belief in the community. Sometimes people give more importance to values, traditions, and superstitions than health. Contraception is opposed in many communities, considering it as against moral values and religious principles. അപ്പോൾ ചില കമ്മ്യൂണിറ്റി അവരുടെ വാല്യൂസിനെയും ട്രഡീഷൻസിനെയും ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഹെൽത്തിനേക്കാളും. അപ്പൊ ചില കമ്മ്യൂണിറ്റീസിൽ കോൺട്രാസെപ്ഷനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അത് ഫോളോ ചെയ്യാത്ത ആൾക്കാരും ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അവരുടെ റിലീജിയസ് പ്രാക്ടീസസിന് എതിരാണെന്ന് വിശ്വസിച്ചിട്ട് ആ ബിലീഫായിട്ട് പോകുന്ന കുറെ കമ്മ്യൂണിറ്റീസും ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആസ് എ ഹെൽത്ത് വർക്കർ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിലത്തെ വാല്യൂസിനെയും
അതുപോലെ അവിടുത്തെ ബിലീഫിനെയും അവരുടെ പേഴ്സണാലിറ്റിയും ആറ്റിറ്റ്യൂഡും ഷേപ്പ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. ഓരോ ഇൻഡിവിജ്വലും ഉള്ള കമ്മ്യൂണിറ്റിയിൽ അവരുടെ വാല്യൂസും ബിലീഫും ആയിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡും ഒരേ കൺസെപ്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡും അവരുടെ പേഴ്സണാലിറ്റിയും ബിഹേവിയറും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാം. അത് കാരണം വാല്യൂസിനും ബിലീഫും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണെന്ന് അറിഞ്ഞിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണതാണ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് 2 മാർക്ക് ചോദിച്ചു കാണാറുള്ളതാണ്. പ്രീവിയസ് ഇയറും ചോദിച്ചു കണ്ടിട്ടുണ്ട് ആറ്റിറ്റ്യൂഡ് എന്നുള്ള ക്വസ്റ്റ്യൻ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പറയണ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യണ രീതി, ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ എങ്ങനെയാണ് ഒരു കൺസെപ്റ്റിനെ അപ്രോച്ച് ചെയ്യണത്, ആ രീതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഒന്നുവെച്ചാൽ നമ്മൾ അതിനെ എഗ്രി ചെയ്യുക, അല്ലെങ്കിൽ അതിനോട് ഡിസഗ്രി ചെയ്യുക, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ട് നിൽക്കാം. അപ്പൊ ആ ഒരു അപ്രോച്ച് ചെയ്യണ രീതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യാനായാലും അതെ ആ കമ്മ്യൂണിറ്റിയിലത്തെ വാല്യൂസും ബിലീഫും വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് ഷോ ഹൗ ഫേവറബിൾ ഓർ അൺഫേവറബിൾ എ പേഴ്സൺ ഈസ് ടുവേർഡ്സ് എ സോഷ്യൽ ഒബ്ജക്ട് ഓർ കൺസെപ്റ്റ് ഓർ അതർ ഇൻഡിവിജ്വൽസ്. ഇതാണ് ആറ്റിറ്റ്യൂഡിന്റെ ഡെഫിനേഷൻ. എത്രമാത്രം ഒരു ആള് ഫേവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ അൺഫേവർ ചെയ്യാണ് ഒരു സോഷ്യൽ കൺസെപ്റ്റിനോടോ ഒരു ഇൻഡിവിജ്വലിനോടോ, അവര് എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യാണ് ആ രീതിനെ പറയണതാണ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് മേ ബി ഡിസഗ്രി ഓർ എഗ്രി ഓർ നോ ഒപ്പീനിയൻ. പീപ്പിൾ മേ ബിലീവ് ദാറ്റ്, ഒരു എക്സാമ്പിൾ പറയാം, ഗിവിംഗ് കൊളസ്ട്രം ടു ന്യൂ ബോൺ ബേബി മേ ലീഡ് ടു ഡയേറിയ. കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് വരുന്ന ബ്രസ്റ്റ് മിൽക്കാണ്, ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മിൽക്കാണ്. അപ്പോൾ അതൊരു ബിലീഫാണ്. ആ ബിലീഫ് കാരണം അവിടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിക്കാണ്. കൊളസ്ട്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ന്യൂ ബോൺ ബേബീസിന് ഡയേറിയ വരും. ആ ബിലീഫ് ഇങ്ങനെ പാസ് ചെയ്ത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ചില കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു. അപ്പൊ അതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. നെക്സ്റ്റ്, ആൻ ഇൻഡിവിജ്വൽ ബിലോങ്ങിങ് ടു ദി ഹിന്ദു റിലീജിയൻ ഗെറ്റ് മോക്ഷ ഓൺലി ഇഫ് ഹി ഹാസ് എ മെയിൽ ചൈൽഡ്. ഹിന്ദു റിലീജിയനിൽ ഒരാൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഇഫ് ഹി ഹാസ് ഓൺലി എ മെയിൽ ചൈൽഡ് ആണ് ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് മോക്ഷം കിട്ടുള്ളൂ. അതും ഒരു റിലീജിയസ് ബിലീഫാണ്. അത് അവിടെ ഒരു ആറ്റിറ്റ്യൂഡായി മാറി. അപ്പൊ ഇതാണ് ബിലീഫും വാല്യൂസിന്റെയും റോള്. ആറ്റിറ്റ്യൂഡിനെ ഷേപ്പ് ചെയ്യാനുള്ള ഒരു റോളാണ് ആ എക്സാമ്പിളിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആറ്റിറ്റ്യൂഡിന്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് സെന്റൻസ് ആണ് നമ്മുടെ ഡെഫിനേഷൻ വരിക. ആറ്റിറ്റ്യൂഡ് ഷോ ഹൗ ഫേവറബിൾ ഓർ അൺഫേവറബിൾ എ പേഴ്സൺ ഈസ് ടുവേർഡ്സ് എ സോഷ്യൽ ഒബ്ജക്ട് ഓർ കൺസെപ്റ്റ് ഓർ അതർ ഇൻഡിവിജ്വൽസ്. പിന്നെ ഏതെങ്കിലും ഒരു എക്സാമ്പിളും കൂടിയും എഴുതാം. The values, attitudes and beliefs depend on perception, culture, superstition, tradition, etc. prevailing in the community. കണ്ട, ഒരു കമ്മ്യൂണിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസങ്ങളും ട്രഡീഷൻസിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ആ കമ്മ്യൂണിറ്റിയിലത്തെ ഇൻഡിവിജ്വൽസിന്റെ ആറ്റിറ്റ്യൂഡും ബിലീഫും ഒക്കെ. The health worker has to identify himself within the community and introduce new learning points which help and clarifies or overcome their ignorance, superstitions and traditions, values and belief. ഹെൽത്ത് വർക്കറിന്റെ റോള് അത് ക്ലാരിഫൈ ചെയ്ത് കൊണ്ടുപോവുക, പുതിയ ലേണിംഗ് പോയിന്റ്സ് ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് ഹെൽത്ത് വർക്കറിന്റെ അവിടുത്തെ റോള് വരുന്നത്. ഈ സ്ലൈഡില് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ആറ്റിറ്റ്യൂഡ് ആണ്. ആറ്റിറ്റ്യൂഡ് ഒരു 2 മാർക്കിന് ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് സൈക്കോളജിയിലെ എസ്സേ, അതുപോലെ 5 മാർക്കും ചോദിച്ചു കാണാറുള്ള എല്ലാ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഏതെങ്കിലും ഒരു എസ്സേ എങ്കിലും പേഴ്സണാലിറ്റി എന്ന് വരാറുണ്ട്. പേഴ്സണാലിറ്റി അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, the term personality is a key word in psychology. In layman's concept, personality is the outward appearance or external impressions one make. ഇപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ സൈക്കോളജിയിൽ ഒരു കീ വേർഡ് ആണെന്നാ പറയുന്നത്. അപ്പോൾ ഒരു ലേമാന്റെ കൺസെപ്റ്റില് ഒരു ഓർഡിനറി ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണാലിറ്റി, ഒരാൾക്ക് ഗുഡ് പേഴ്സണാലിറ്റി ആണെന്ന് പറയാ അവര് ജസ്റ്റ് എക്സ്റ്റേണൽ അപ്പിയറൻസ് നോക്കിയിട്ടാണ്. ഒരു ആള് വെൽ ഡ്രസ്ഡ് ആണ്, ടിപ് ടോപ്പ് മാൻ ആണെങ്കിൽ അവരൊരു ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. ആസ് എൻ ഓർഡിനറി മാൻ ആണെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക. ആള് നല്ല ഡ്രസ്ഡ് ആണ്, വെൽ അപ്പിയറൻസ്, ഗുഡ് എക്സ്റ്റേണൽ ഇംപ്രഷൻസ് ആണെങ്കിൽ ആള് ഒരു നല്ല പേഴ്സണാലിറ്റി എന്ന് പറയും. പക്ഷെ സൈക്കോളജിയിൽ അങ്ങനെ എക്സ്റ്റേണൽ ഇംപ്രഷൻസ് വെച്ചിട്ട് മാത്രമല്ല നമ്മൾ പേഴ്സണാലിറ്റീനെ ജഡ്ജ് ചെയ്യുക. ബോത്ത് നമ്മൾ എക്സ്റ്റേണലും ഇന്റേണൽ ഫീച്ചേഴ്സും
കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഒരു പേഴ്സണാലിറ്റി ഗുഡ് ആണോ ജഡ്ജ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ ബോത്ത് എക്സ്റ്റേണലും ഇന്റേണൽ ട്രേറ്റ്സും സൈക്കോളജിയിൽ കൺസിഡർ ചെയ്യണം പേഴ്സണാലിറ്റീനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് വരും, ഇന്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്റൽ ക്വാളിറ്റീസും വരും. അപ്പൊ എക്സ്റ്റേണലും ഇന്റേണലും ക്വാളിറ്റീസ് നോക്കിയിട്ടാണ് സൈക്കോളജിയിലെ പേഴ്സണാലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത്. But in psychology, personality include internal and external and much more than that of a person's traits or qualities. It implies certain physical and mental, which are both inner and outer self, which are characteristics of a given individual. These traits determine to some extent his or her behavior or adjustment to the surroundings. അപ്പൊ സൈക്കോളജിയിൽ നമ്മൾ എക്സ്റ്റേണലും ഇന്റേണലും ക്വാളിറ്റീസ് വെച്ചിട്ടാണ് അവരെ എങ്ങനെയാണ് അവരുടെ എൻവയോൺമെന്റിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്, അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണത്. അപ്പോൾ ഒരു ഓർഡിനറി മാനെ വെച്ച് നോക്കുമ്പോൾ അവർ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് പേഴ്സണാലിറ്റി ഗുഡ് ആണോ എന്ന് പറയാ. പക്ഷെ ആസ് എ സൈക്കോളജിസ്റ്റ് സൈക്കോളജിയിലെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് കൺസിഡർ ചെയ്താലാണ് നമുക്ക് അവരെങ്ങനെയാണ് അവര് ജീവിക്കുന്ന സൊസൈറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോണത്, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അപ്പൊ പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ നെക്സ്റ്റ് നമുക്ക് പേഴ്സണാലിറ്റിയുടെ എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന പേരിൽ എഴുതേണ്ട ഒരു സ്ലൈഡാണിത്. നെക്സ്റ്റ് നമുക്ക് പേഴ്സണാലിറ്റി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് നോക്കാം. Etymologically, the word personality has been derived from the Latin word persona, which means mask. പേഴ്സണാലിറ്റി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള പേഴ്സോണ എന്ന വേർഡിൽ നിന്നാണ്. പേഴ്സോണയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ മാസ്ക് മുഖം മൂടി. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള പേഴ്സോണ എന്ന വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, വിച്ച് മീൻസ് മാസ്ക്. അപ്പൊ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ ആൾക്കാർ അവരവരുടേതായ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യും. അതാണ് ആ മാസ്ക് എന്ന മുഖം മൂടി. നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചോളം ഓരോ ഇൻഡിവിജ്വൽ അവരുടേത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പേഴ്സണാലിറ്റി ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽസ് അവരുടെ പേഴ്സണാലിറ്റീസ് മാറ്റിക്കൊണ്ടിരിക്കും. Personality is a very significant reality. It is concerned with all measurable traits and situational interactions of an individual. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ഇൻഡിവിജ്വൽസിനായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും സിറ്റുവേഷൻ അനുസരിച്ചിട്ടും ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് പേഴ്സണാലിറ്റി. അത് കാരണമാണ് പേഴ്സണാലിറ്റി എന്നുള്ള വേർഡ് മാസ്ക് എന്ന് പേഴ്സോണ എന്ന മീനിങ് വരുന്നത്. മുഖം മൂടി എപ്പോഴും സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് ചേഞ്ച് ചെയ്യപ്പെടുന്നതാണ് ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ സ്ലൈഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണാലിറ്റി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് പേഴ്സോണ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് മാസ്ക്. ഒരു ഇൻട്രൊഡക്ഷനിൽ എസ്സേ ചോദിച്ചാലും 5 മാർക്ക് ചോദിച്ചാലും ഇങ്ങനത്തെ പോയിന്റ്സ് ഇൻട്രൊഡക്ഷൻ പാരയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷൻ നോക്കാം. പേഴ്സണാലിറ്റി ഈസ് ദി ഡൈനാമിക് ഓർഗനൈസേഷൻ. is the dynamic organization within the individual of those psychophysical system that determines his or her unique adjustment to his or her environment. G.W. ആൽപോർട്ട് എന്ന ഫിലോസഫറിന്റെ ഡെഫിനേഷൻ ആണ് പേഴ്സണാലിറ്റിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ ആണിത്. ഈ ഡെഫിനേഷൻ ബൈ ഹാർട്ട് ആയിട്ട് എന്തായാലും അത് പഠിച്ചു വെക്കണം. കാരണം പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷൻ ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. എസ്സേ ചോദിച്ചാലും പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷൻ മസ്റ്റ് ആയിട്ട് എഴുതണം. അപ്പൊ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. പേഴ്സണാലിറ്റി ഒരു ഇൻഡിവിജ്വലിന്റെ ഉള്ളിലുള്ള ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ് പേഴ്സണാലിറ്റി. ആ ഇൻഡിവിജ്വലിന്റെ സൈക്കോഫിസിക്കൽ സിസ്റ്റം ആയിട്ടാണ് എടുക്കുന്നത്. ആ സൈക്കോഫിസിക്കൽ സിസ്റ്റത്തിൽ വരുന്ന ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ് പേഴ്സണാലിറ്റി. സൈക്കോഫിസിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ളതും അതുപോലെ മെന്റൽ ആയിട്ടുള്ള ക്വാളിറ്റീസും ആണ് സൈക്കോഫിസിക്കൽ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സിസ്റ്റമാണ് അവരെങ്ങനെയാണ് അവരെ ജീവിച്ചു വരുന്ന സൊസൈറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യണത് എന്ന് മനസ്സിലാക്കി തരണത്. അപ്പോ ഒരു ഇൻഡിവിജ്വലിന്റെ ഉള്ളിലുള്ള ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ് പേഴ്സണാലിറ്റി. സൈക്കോഫിസിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ളതും മെന്റൽ ആയിട്ടുള്ള ക്വാളിറ്റീസും
അത് ഡിറ്റർമൈൻ ചെയ്യും. ആ ക്വാളിറ്റീസ് വെച്ചിട്ടാണ് അവര് ജീവിക്കുന്ന സറൗണ്ടിങ്സിനായിട്ട് അവരെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത്, അത് യുണീക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയണത്. ഇതിൽ കുറച്ച് കീവേഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡൈനാമിക് ഓർഗനൈസേഷൻ. ഇപ്പോൾ പേഴ്സണാലിറ്റി ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആണെന്നാ പറയണത്. ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, ഒരേപോലെ നിൽക്കണതല്ല, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ മീനിങ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ചെയ്യണത്. ഡൈനാമിക് ഈസ് ദ സെൻസ് ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് നോട്ട് സ്റ്റാറ്റിക്, ഇറ്റ് അണ്ടർഗോസ് ചേഞ്ചസ്, ദാറ്റ് ഈസ് ഇറ്റ് കീപ്സ് ചേഞ്ചിങ് വിത്ത് ദി എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്. നമ്മുടെ എക്സ്പീരിയൻസും ഓരോ സിറ്റുവേഷൻസിനും അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് പേഴ്സണാലിറ്റി. അതാണ് ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത കീ പോയിന്റ് സൈക്കോ ഫിസിക്കൽ സിസ്റ്റം. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, സൈക്കോളജിയിൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ളതും മെന്റൽ ആയിട്ടുള്ള ക്വാളിറ്റീസിനെയും കൺസിഡർ ചെയ്യുന്നു. അതായത് സൈക്കോ ഫിസിക്കൽ സിസ്റ്റം മീൻസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ട്രേറ്റ്സ് ഓഫ് എ പേഴ്സൺ. ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റീസ് ആണ്. അപ്പോൾ സൈക്കോ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ട്രേറ്റ്സ് ഓഫ് എ പേഴ്സൺ. നെക്സ്റ്റ് യുണീക്ക് അഡ്ജസ്റ്റ്മെന്റ്. യുണീക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലും ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ്, അവരുടെ റിയാക്ഷനും ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യണ രീതിയിലായിരിക്കില്ല വേറൊരു ഇൻഡിവിജ്വൽ ആ സൊസൈറ്റിയിൽ ലീവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവരുടേതായ ഒരു യുണീക്ക്നെസ് അതിലുണ്ടാവും. അതാണ് യുണീക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയണത്. യുണീക്ക് അഡ്ജസ്റ്റ്മെന്റ്. നോ ടു ഇൻഡിവിജ്വൽസ് ആർ എക്സാക്ട്ലി യുണീക്ക് അലൈക്ക്. ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് ഓൺ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്, അപ്രോച്ച് ആൻഡ് ഇന്ററാക്ഷൻ ടു ഹിസ് എൻവയോൺമെന്റ്. അവർക്ക് ഓരോ ഇൻഡിവിജ്വലിന് അവരവരുടേതായ ഇന്ററാക്ഷൻ സ്റ്റൈലും ആ കമ്മ്യൂണിറ്റിയിൽ ഫങ്ഷൻ ചെയ്യാനുള്ള സ്റ്റൈലും ഉണ്ടാവും. അതാണ് യുണീക്ക് അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷനിൽ പറയണത് അതൊരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ്. ആ ഡൈനാമിക് ഓർഗനൈസേഷൻ ആ ഇൻഡിവിജ്വലിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള മെന്റൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആണ് ഒരാൾ എങ്ങനെയാണ് അവരുടെ എൻവയോൺമെന്റിനായിട്ട് യുണീക്ക് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇതാണ് പേഴ്സണാലിറ്റി എന്നാണ് GW ആൽപോർട്ടിന്റെ ഡെഫിനേഷൻ. അപ്പൊ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഡൈനാമിക്, സൈക്കോ ഫിസിക്കൽ, യുണീക്ക് അഡ്ജസ്റ്റ്മെന്റ്, അതാണ് കീ പോയിന്റ്. ഡെഫിനേഷൻ എഴുതുമ്പോൾ ആ 3 വേർഡും വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ 3 വേർഡിന്റെയും മീനിങ് തന്നെ താഴെ പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ആ ഡെഫിനേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷൻ. നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. പേഴ്സണാലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണ 4 കമ്പോണൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു പേഴ്സണാലിറ്റി ഒരു ഓർഡിനറി മാൻ പുറത്തുള്ള എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് ഒരു ഇൻഡിവിജ്വല് ഗുഡ് പേഴ്സണാലിറ്റി ആണോ എന്ന് തീരുമാനിക്കുകയെന്ന്. അപ്പൊ ആദ്യം അതാണ് ഫിസിക്കൽ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ട്രേറ്റ്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ലൈക്ക് ഹൈറ്റ്, വെയ്റ്റ്, കളർ, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫിസിക്കൽ ഹെൽത്ത്, അതൊക്കെ നോക്കിയിട്ടാണ് പേഴ്സണാലിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പൊ ആദ്യത്തെ കമ്പോണന്റ് ആണ് ഫിസിക്കൽ. ടു ദി ലേമൻ എ ഗുഡ് പേഴ്സണാലിറ്റി മീൻസ് ആൻ ഇംപ്രസീവ്, സിമെട്രിക്കൽ ആൻഡ് ഹെൽത്തി ബോഡി. ഒരു ഓർഡിനറി മാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി, ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ബോഡി ഉള്ള ആളെയാണ് നമ്മൾ ഒരു ഗുഡ് പേഴ്സണാലിറ്റി എന്ന് ഒരു ഓർഡിനറി മാൻ കൺസിഡർ ചെയ്യണത്. അപ്പൊ ആദ്യത്തെ കമ്പോണന്റ്, പേഴ്സണാലിറ്റിയുടെ ആദ്യത്തെ കമ്പോണന്റ് ആണ് ഫിസിക്കൽ. രണ്ടാമത്തെ ഇമോഷണൽ. ഇമോഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കുറെ ഇമോഷൻസ് ഉണ്ട്. ഫിയർ, ആങ്കർ, ലവ്, ജലസി, വറീസ്. ആ ഇമോഷൻസ് നമ്മുടെ എത്രത്തോളം നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും ബിഹേവിയറിനെയും പേഴ്സണാലിറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ ഇമോഷൻസ് വരുമ്പോൾ നമ്മുടെ ബിഹേവിയറും നമ്മളത് എക്സ്പ്രസ് ചെയ്യണ രീതിയും ഡിഫറെന്റ് ആയിരിക്കും. അത് കാരണം ആ ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ദാറ്റ് ഈസ് ഇമോഷണൽ മെച്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഗുഡ് പേഴ്സണാലിറ്റി. ഇമോഷണൽ ആയിട്ട് ഏതൊരു ഇമോഷൻസ് വരുമ്പോഴും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഗുഡ് പേഴ്സണാലിറ്റിയുടെ ഒരു പോയിന്റ് ആണ്. അപ്പോൾ എങ്ങനെ ഏതൊരു ഇമോഷൻസ് വന്നാലും ഡൗൺ ആവാതെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ ഒരു ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. അതാണ് ഇമോഷണൽ കമ്പോണന്റിൽ പറയുന്നത്. ഇമോഷൻസ് ആർ ദി ഫീലിംഗ്സ് സച്ച് ആസ് ഫിയർ, ആങ്കർ, ലവ്, ജലസി, ഗിൽട്ട്,
വറീസ് എക്സെട്ര. അതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇമോഷൻസ് ആണ്. ഇമോഷൻസ് ഹാവ് എ ഡിസിസീവ് റോൾ ഇൻ ദി പേഴ്സണാലിറ്റി. ഇമോഷണൽ മെച്ചൂരിറ്റി ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദി സക്സസ് ഓഫ് പേഴ്സണൽ, സോഷ്യൽ ആൻഡ് ഫാമിലി ലൈഫ്. ഇമോഷണൽ മെച്യൂരിറ്റി എന്തായാലും ഒരു ലൈഫ് സക്സസ് ആവാൻ എല്ലാ ഇമോഷൻസും അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടെങ്കിലാണ് ഒരു സക്സസ് ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇമോഷൻസ് ഡീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവരെ ഒരു ഗുഡ് പേഴ്സണാലിറ്റി എന്ന് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് കമ്പോണന്റ് ഇന്റലക്ച്വൽ ആണ്. ഇന്റലക്ച്വൽ ഒരു അവരവരുടേതായ രീതിയിൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ കഴിയണം. ഇപ്പൊ ഒരു ലോ സബ്നോർമൽ ഇന്റലിജൻസ് യൂസ് ചെയ്യണ ഒരാളാണെങ്കിൽ അയാൾ എപ്പോഴും ഡൾ പേഴ്സൺ ആയിട്ടാണ് കാണുക. എന്നൊരു നല്ലൊരു ഇന്റലിജന്റ്, എല്ലാ സിറ്റുവേഷനിലും ഇന്റലിജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആളൊരു ആക്റ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറയാം. ഇന്റലക്ച്വൽ എബിലിറ്റി ആസ് എ റോൾ ഇൻ ആസസിങ് പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ആൻ ഇന്റലിജന്റ് പേഴ്സൺ വിൽ ഹാവ് എ ഫോഴ്സ്ഫുൾ പേഴ്സണാലിറ്റി. എ പേഴ്സൺ വിത്ത് സബ്നോർമൽ ഇന്റലിജൻസ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഡൾ പേഴ്സൺ. ഒരു സബ്നോർമൽ ഇന്റലിജൻസ് ലെവലിൽ നിൽക്കുന്ന ആൾ എപ്പോഴും ഒരു ഡൾ ആയിരിക്കും. എന്നാൽ നല്ലൊരു എല്ലാ സിറ്റുവേഷനിലും ഇന്റലിജന്റ് ആയിട്ട് അതിൻ്റെതായ രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഗുഡ് പേഴ്സണാലിറ്റി എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് കമ്പോണന്റ് ആണ് ബിഹേവിയറൽ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഉള്ളിലുള്ളത് എന്താണ് അത് പുറത്തേക്ക് നമ്മൾ റിഫ്ലക്ട് ചെയ്ത് നമ്മൾ എന്താണ് കാണുന്നത് അതാണ് ബിഹേവിയർ. ഇപ്പൊ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് പറയാം. ബിഹേവിയർ ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് വൺസ് പേഴ്സണാലിറ്റി. ആ ബിഹേവിയർ ഇറ്റ് പാർട്ട്ലി ഡിപ്പെൻഡ് അപ്പോൺ വൺസ് ഫീലിംഗ് ആൻഡ് പാർട്ട്ലി ഓൺ ദി എക്സ്പെക്ടേഷൻ ഓഫ് സൊസൈറ്റി. നമ്മളെ ഉള്ളിൽ എന്ത് ഫീലിംഗ് ആണ് ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും പിന്നെ സൊസൈറ്റി നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യണത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. Behavior is described in such terms such as gentle, kind, affectionate, balanced, submissive, aggressive, etc. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിഹേവിയേഴ്സ് ആണ്. അപ്പൊ ഈ ബിഹേവിയറും നമ്മുടെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണെന്ന് നോട്ട് ചെയ്യാം. അപ്പൊ ഈ 4 കമ്പോണൻസ് ആണ് പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യണത്. ഫിസിക്കല്, ഇമോഷണൽ, ഇന്റലക്ച്വൽ, ബിഹേവിയറൽ. അപ്പൊ ഈ 4 കമ്പോണൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാത്രമായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. 5 മാർക്ക് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പേഴ്സണാലിറ്റി ആൻഡ് വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് ചോദിക്കാം. അപ്പോൾ 4 കമ്പോണൻസും പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷനും ഡിറൈവ് ചെയ്ത് വന്ന ഇതും മെൻഷൻ ചെയ്യണം. ഇപ്പൊ ഫിസിക്കലും ഇമോഷണലും ഇന്റലക്ച്വലും ബിഹേവിയറിലാണ് 4 കമ്പോണൻസ്. ഈ 4 കമ്പോണൻസ് ഒരു ഇൻഡിവിജ്വലിനെ നല്ല ബാലൻസ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻഡിവിജ്വലിനെ വിളിക്കും ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്നാണ് പറയാം. ഈ ഫിസിക്കലും ഇമോഷണലും ഇന്റലക്ച്വലും ബിഹേവിയറലും ആയിട്ടുള്ള കമ്പോണൻസ് വെൽ ബാലൻസ് ചെയ്തിട്ട് എല്ലാ സിറ്റുവേഷനിലും വെൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ആ ഇൻഡിവിജ്വലിനെ പറയണതാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. ഓക്കെ. In an integrated personality, the basic component of personality such as physical, emotional, intellectual and behavior are function in a harmonious or balanced manner. To be precise, people who are well balanced, well behaved and mentally healthy are said to be integrated personality. ഈ 4 കമ്പോണൻസും വെൽ ബാലൻസ്ഡ് ആയിട്ട് മെന്റലി ഹെൽത്തി ആയിട്ട് വെൽ ബിഹേവ് ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വലിനെ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ പറയണതാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. അപ്പൊ ഈ പേപ്പർ 4 തന്നെ പറയണതാണ് നമുക്ക് മെന്റൽ ഹെൽത്ത്. അപ്പൊ മെന്റൽ ഹെൽത്തിന്റെ ഒക്കെ എയിം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റീസിനെ സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നാണ് മെന്റൽ ഹെൽത്തിന്റെ ഒക്കെ എയിം വരുന്നത്. ദ എയിം ഓഫ് മെന്റൽ ഹെൽത്ത് ഇസ് ദി ഡെവലപ്മെന്റ് ഓഫ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റീസ്. അപ്പൊ ഈ 4 കമ്പോണന്റും ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, ബിഹേവിയറൽ വെൽ ബാലൻസ് ആയിട്ട് മെന്റലി ഹെൽത്തി ആയിട്ട് വെൽ ബിഹേവ്ഡ് ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഇൻഡിവിജ്വൽസിനെ പറയുന്നതാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി 2 മാർക്കിന് ചോദിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ട് എഴുതാം. ഈ 4 കമ്പോണൻസും വെൽ ബാലൻസ്ഡ് ആയിട്ട് ഹാർമോണിയസ് ആയിട്ട് വെൽ ബിഹേവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ പറയണതാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. അതിൻ്റെ ഒപ്പം മെന്റൽ ഹെൽത്തിന്റെ എയിം ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റീസിനെ ഡെവലപ്പ് ചെയ്യുക എന്നതും കൂടിയാണെന്ന് നോട്ട് ചെയ്യാം. അപ്പൊ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി 2 മാർക്കിന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് എക്സ്ട്രോവേർഷൻ ആൻഡ് ഇൻട്രോവേർഷൻ നോക്കാം. എക്സ്ട്രോവേർഷൻ ആൻഡ് ഇൻട്രോവേർഷൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളതാണ്.
എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നുള്ള ടേം ഒക്കെ. ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് പേഴ്സണാലിറ്റീനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സ്വിസ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള കാൾ യങ് ആണ്. കാൾ യങ് എന്നുള്ള നെയിം നോട്ട് ചെയ്യണം, വൺ വേർഡ് ചോദിക്കാം. അപ്പൊ പേഴ്സണാലിറ്റീനെ ഇൻട്രോവേർട്ട് ആയിട്ടും എക്സ്ട്രോവേർട്ട് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സ്വിസ് സൈക്കാട്രിസ്റ്റ് കാൾ യങ് ആണ്. അപ്പൊ എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് പറയണ പോലെ ഭയങ്കര ആക്റ്റീവായി എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്തിട്ട് നല്ല ഡാഷിങ് ആയിട്ട് നടക്കുന്ന ഒരാളേനെ വേണം എക്സ്ട്രോവേർട്ട് എന്ന് പറയാം. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരിൽ തന്നെ ഒതുങ്ങി അധികം ഇന്ററാക്ഷൻസ് ഒന്നും കൊടുക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് ഇൻട്രോവേർട്ട് എന്ന് പറയാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ചില സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് രണ്ട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിറ്റുവേഷൻ. അവര് ഏതൊക്കെ ആൾക്കാരായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിൽ അവരൊരു എക്സ്ട്രോവേർട്ട് ആയിരിക്കാം, എന്നാൽ ഒരു ഫോർമൽ ആയിട്ടുള്ളൊരു ഫാമിലി ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇൻട്രോവേർട്ട് ആവാം. അപ്പൊ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിറ്റുവേഷൻ രണ്ട് ക്വാളിറ്റീസും ഉള്ള ആൾക്കാരെ പറയണതാണ് ആംബിവേർട്ട്. ആംബിവേർട്ട്, ആ വേർഡ് നോട്ട് ചെയ്യണം. മോസ്റ്റ് ഓഫ് ദി പീപ്പിളും ആംബിവേർഡ്സ് ആണ്. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ആവണ ആൾക്കാരാണ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ. രണ്ട് ക്വാളിറ്റീസും ഉണ്ടാവും. സ്ട്രിക്ട്ലി ഇൻട്രോവേർട്ടും സ്ട്രിക്ട്ലി എക്സ്ട്രോവേർട്ടും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഇപ്പോൾ എക്സ്ട്രോവേർട്ട് ഹീസ് എ പേഴ്സൺ ഹൂ ഇസ് ടോട്ട് ടു ബി ഡാഷിങ്, പ്രാക്ടിക്കൽ, ആക്റ്റീവ്, ഷോയിങ് ഓഫ് ആൻഡ് മിക്സസ് വിത്ത് പീപ്പിൾ. അതാണ് എക്സ്ട്രോവേർട്ടിന്റെ കുറച്ച് ക്വാളിറ്റീസ്. അയാൾ ഡാഷിങ് ആയിരിക്കും, പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കും, ആക്റ്റീവ് ആവും എപ്പോഴും, മിക്സസ് വിത്ത് പീപ്പിളിനായിട്ട് എപ്പോഴും ഇന്ററാക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളായിരിക്കും. നെക്സ്റ്റ് ഈസ് ഇൻട്രോവേർട്ട്. ആൻ ഇൻട്രോവേർട്ട് ഇസ് എ പേഴ്സൺ ഹൂ ഇസ് റിസർവ്ഡ്, ഷൈ ആൻഡ് ജനറലി കീപ്സ് ടു ഹിംസെൽഫ്. ആളിൽ തന്നെ ഒതുങ്ങി ഷൈ ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് ഇൻട്രോവേർട്ട് എന്ന് പറയാം. In our day-to-day life experience, we find that only a few individuals fall strictly under the above two categories. There are large number of people who exhibit qualities of both introvert and extrovert. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ രണ്ട് ഇൻട്രോവേർട്ടിന്റെ ആയാലും അത് എക്സ്ട്രോവേർട്ടിന്റെയും ക്വാളിറ്റീസ് കാണിക്കുന്ന ആൾക്കാരാണ് മോസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ. ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും ക്വാളിറ്റീസ് മോസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് കാണിക്കും. അവരെ പറയണ ടേം ആണ് ആംബിവേർട്ട്. An ambivert may exhibit certain trait of an extrovert in a situation, but may exhibit the qualities of an introvert in certain other situation. Situation അനുസരിച്ചിട്ട് ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും ക്വാളിറ്റീസ് എക്സിബിറ്റ് ചെയ്യണ ഇൻഡിവിജ്വൽസിനെ പറയുന്നതാണ് ആംബിവേർട്ട്. അപ്പൊ 2 മാർക്കിന് എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും ചോദിക്കാം. അതുപോലെ തന്നെ ആരാണ് പേഴ്സണാലിറ്റീനെ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ആയിട്ടുള്ള ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? കാൾ യങ്. ആംബിവേർട്ട് എന്നുള്ള വേർഡും നോട്ട് ചെയ്യണം. ഇപ്പോൾ ഈ സ്ലൈഡ് നമുക്ക് 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റീസ് ആണ്. പേഴ്സണാലിറ്റിയിലുള്ള ക്വാളിറ്റീസ്, ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റീസ് എന്നാണ് മീനിങ്. അപ്പോൾ ഈ സ്ലൈഡും 2 മാർക്കിന് വരാറുണ്ട്. A trait is described as a tendency to behave in a consistent manner in variable situation. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ രീതിയിൽ വെൽ ബിഹേവ് ചെയ്യാൻ, ഒരേപോലെ വെൽ ബിഹേവ് ചെയ്യാനുള്ള ക്വാളിറ്റി, അതിനെ പറയുന്നതാണ് പേഴ്സണാലിറ്റി ട്രേറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി. പേഴ്സണാലിറ്റിയുടെ ഒരു ക്വാളിറ്റി ആണ് ഈ ട്രേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വെൽ ബിഹേവ്, കൺസിസ്റ്റന്റ് ആയിട്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റണമെന്ന് പറയണതാണ് പേഴ്സണാലിറ്റി ട്രേറ്റ്. അതിന്റെ എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും. ചിയർഫുൾനെസ്, ഗുഡ് മാനേഴ്സ്, ലോയാലിറ്റി, ഹോണസ്റ്റി, ഇതൊക്കെ ഒരു ക്വാളിറ്റീസ് ആണ്. അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ ക്വാളിറ്റീസ് എത്രമാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു അതിന് പറയുന്നതാണ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ഹ്യൂമൻ പേഴ്സണാലിറ്റി ഈസ് എ ബണ്ടിൽ ഓഫ് ട്രേറ്റ്സ്. ഹ്യൂമന്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ക്വാളിറ്റീസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബണ്ടിലാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിറ്റുവേഷൻ ഓരോ ക്വാളിറ്റീസ് ആണ് ഹ്യൂമൻ ബീങ്സ് യൂസ് ചെയ്യുക. ഈ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ടെൻഡൻസി ടു ബിഹേവ് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ ഇൻ വാരിയബിൾ സിറ്റുവേഷൻ. പേഴ്സണാലിറ്റി ട്രേറ്റ്. ഈ ബേസിക് ആയിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അബൌട്ട് 6 ഇയേഴ്സിലാണ്
ബേസിക് പേഴ്സണാലിറ്റി ട്രേറ്റിന്റെ ഡെവലപ്മെന്റ് നടക്കുക. ഒരു 6 years ഒക്കെ ആവുമ്പോഴാണ് ഈ സിറ്റുവേഷൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേറ്റിന്റെ ഒക്കെ ഡെവലപ്മെന്റ് നടക്കുക അബൌട്ട് 6 years. അതും ഇമ്പോർട്ടന്റ് ആണ്. PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാറുള്ള ഒരു ഏരിയ ആണത്. ബേസിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഇയർ ഓഫ് 6 years. 6 yearsലാണ് പേഴ്സണാലിറ്റി ട്രേറ്റ് ഡെവലപ്മെന്റ് ഒക്കെ ബേസിക് ഡെവലപ്മെന്റ് നടക്കും. അപ്പോൾ ഇത് 2 മാർക്കിന് നോക്കണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാം ഈ സ്ലൈഡിൽ നിന്ന്. പേഴ്സണാലിറ്റി ട്രേറ്റും അതുപോലെ തന്നെ ബേസിക് പേഴ്സണാലിറ്റി ട്രേറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത് അബൌട്ട് 6 years ഒക്കെ ആവുമ്പോഴാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പേഴ്സണാലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഒരു ഹ്യൂമൻ ബീങ് ജനിച്ചത് മുതലേ ഓൾഡ് ഏജിൽ പോണ വരെ ഓരോരോ സ്റ്റേജ് ആയിട്ടാണ് ഹ്യൂമന്റെ ലൈഫ് സൈക്കിളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓരോ സ്റ്റേജിലും ഓരോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പൊ ഈ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മളിപ്പോ ഓരോ സ്റ്റേജ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ഓരോ സ്റ്റേജിലും ഉണ്ടാവണ പേഴ്സണാലിറ്റിക്ക് വരുന്ന ചേഞ്ചസ് ആണ് ഇപ്പൊ നോക്കാൻ പോണത്. സ്റ്റാർട്ടിങ് ഫ്രം ഇൻഫാൻസി. Human life consists of definite stages of growth and each stage is marked by distinctive personality development. നമ്മുടെ ഹ്യൂമൻ ലൈഫിന്റെ സൈക്കിൾ എടുക്കുക തന്നെയാണെങ്കിലും ഓരോരോ സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യണത്. ഓരോ സ്റ്റേജസിലും ഓരോ ഗ്രോത്ത് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് ആണ് ഇൻഫാൻസി. ഇൻഫാൻസി 0 to 1 yearsനെയാണ് നമ്മൾ ഇൻഫാന്റ് എന്ന് പറയുന്നത്. ഇൻഫാന്റിൽ എന്തൊക്കെയാണ് വരിക? The first 1 year of life is called infancy. The infant is hardly a social creature. Then there is a rapid physical and mental growth. The infant is totally dependent on his or her mother. By the end of the first year, the infant is able to stand up for a short while and try to walk with little support. He enjoys simple tricks and games. ഒരു ഇൻഫന്റ് എന്ന് പറയുന്നത് 0 to 1 year ആണ്. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ആദ്യം ഇൻഫന്റിനെ പതുക്കെയാണ് റാപ്പിഡ് ആയിട്ടുള്ള പെട്ടെന്ന് പിന്നെ ഫിസിക്കലും മെന്റൽ ഗ്രോത്തും ഉണ്ടാവും. അപ്പൊ ഒരു ഇൻഫന്റ് ടോട്ടലി ആ മദറിനെ ഡിപ്പെൻഡന്റ് ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ ഒരു ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ ഇൻഫന്റ് ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് നിൽക്കും. അതുപോലെ നടക്കാനൊക്കെ തുടങ്ങും. അതുപോലെ തന്നെ കുഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സും ഗെയിംസും ഒക്കെ കാണുമ്പോൾ അത് എൻജോയ് ചെയ്യാനും തുടങ്ങും. അതാണ് ആദ്യത്തെ ഡെവലപ്മെന്റ് ഒരു ഇൻഫന്റിലാണ് വരുന്നത്. അതാണ് ചെറിയ വരുന്ന ആ മാറ്റങ്ങളാണ് ആ സ്റ്റേജിൽ പറയുന്നത്, ഇൻഫാൻസി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീ സ്കൂൾ ചൈൽഡ് ആണ്. പ്രീ സ്കൂൾ ചൈൽഡ് എന്ന് പറഞ്ഞാൽ 5 years വരെയാണ്. ഇപ്പോൾ കിൻഡർ ഗാർഡനിലൊക്കെ പോണ ഏജ് ബിഫോർ 5 years. This stage is marked by considerable growth of brain. Child feeds himself, speak, loves his home, loves stories and fear dark work to assume responsibility. He begins to mix up with other small children. ഇപ്പോൾ പ്രീ സ്കൂൾ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമില് ബ്രെയിൻ ഡെവലപ്മെന്റും അതുപോലെ തന്നെ സംസാരിക്കാൻ തുടങ്ങുക, തന്നേക്ക് ഫീഡ് ചെയ്ത് തുടങ്ങുക, അതുപോലെ വേറെ ചെറിയ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്ത് തുടങ്ങുന്ന ടൈമാണ്. അതാണ് ആ സ്റ്റേജിൽ വരുന്ന ഡെവലപ്മെന്റ്. അപ്പോൾ വേറെ കുഞ്ഞു കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്ത് തുടങ്ങുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റിക്ക് വരുന്ന ഡെവലപ്മെന്റ് ആയിരിക്കും ആ ചേഞ്ചസിൽ മാർക്ക് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് സ്റ്റേജ് സ്കൂൾ ഏജ് ആണ്. 5 to 15 years ആണ് സ്കൂൾ ഏജ്. The school going child is active all the time. While the age of 8, the mental powers are fully developed. The brain of the child at the age of 8 years is almost of the same size as that of an adult. The child began to reason. There is a gradual detachment from family and greater attachment to playmates and friends. ഇപ്പൊ സ്കൂൾ ഏജ് 5 to 15 years ആണ്. ആ സ്കൂൾ ഗോയിങ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഒരു 8 years ഒക്കെ ആകുമ്പോൾ മെന്റൽ പവേഴ്സ് ഒക്കെ ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും. മെന്റൽ എബിലിറ്റി ഒക്കെ ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും. പറയണത് ഒരു 8 year old ആയിട്ടുള്ള ഒരു ചൈൽഡിന്റെ ബ്രെയിനിന്റെ സൈസും ഒരു അഡൾട്ട് ബ്രെയിനിന്റെ സൈസും ഓൾമോസ്റ്റ് ആ ടൈമിൽ സെയിം ആയിരിക്കും. ഇപ്പൊ 8 year ഒക്കെ ഓൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് ഒക്കെ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടീനെയാണ് സ്കൂൾ ഏജിൽ കാണാൻ പറ്റുന്നത്. പിന്നെ
ഒരു ഫാമിലി ഡിറ്റാച്ച്മെന്റും കൂടുതൽ അറ്റാച്ച്മെന്റ് ഫ്രണ്ട്സിലേക്കും അവിടെ കാണാം. അതാണ് ആ സ്റ്റേജിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ കൂടുതൽ അറ്റാച്ച്മെന്റ് അവർ പ്ലേമേറ്റ്സിനോട് കാണിക്കും. ഒരു ഫാമിലി ഡിറ്റാച്ച്മെന്റ് ആണ് ആ സ്റ്റേജിൽ മാർക്ക് ചെയ്യണത്. നെക്സ്റ്റ് അഡോളസെന്റ് ആണ്. അഡോളസെന്റ് 15 to 19 years. അഡോളസെന്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ടർബുലന്റ് പീരീഡ് ഓഫ് വൺസ് ലൈഫ് എന്നാണ് പറയുന്നത്. എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആണ് അഡോളസെന്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് എ പീരീഡ് ഓഫ് റോസി ഡ്രീംസ്, അഡ്വെഞ്ചർ, ലവ് ആൻഡ് റൊമാൻസ്. The teenager strives for independence. He dislikes parental authority. He becomes fully aware of the social values and norms. This is a period of rapid physical growth. ഇപ്പോൾ ഒരു ടർബുലന്റ് പീരീഡ് ആണ്. ഒരാളുടെ ലൈഫിൽ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആണ് അഡോളസെന്റ് പീരീഡ്. ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു പീരീഡും കൂടിയാണ് അഡോളസെന്റ് പീരീഡ്. ഫ്യൂച്ചർ അവരുടെ അഡൾട്ട് പീരീഡിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡാണ് അഡോളസെന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ. ആ പീരീഡിനെ പീരീഡ് ഓഫ് റോസി ഡ്രീംസ് എന്നും അഡ്വെഞ്ചർ, ലവ് ആൻഡ് റൊമാൻസ് എന്നൊക്കെയാണ് അഡോളസെന്റ് പീരീഡിനെ അറിയപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ പാരന്റൽ അതോറിറ്റീനെ എതിർക്കുകയും അവരവരുടേതായ ഇൻട്രസ്റ്റുകളും ഒപ്പീനിയൻസിനെയും കൂടുതൽ വാല്യൂസ് കൊടുത്തു തുടങ്ങുന്ന ഒരു പീരീഡാണ് അഡോളസെന്റ് പീരീഡ്. ദിസ് ഈസ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത്. അതുപോലെ തന്നെ ബോയ്സിനായാലും ഗേൾസിനായാലും ഫിസിക്കൽ ഗ്രോത്ത് കൂടുതലായി നടക്കുന്ന ഒരു പീരീഡും കൂടിയാണ് ടീനേജർ അല്ലെങ്കിൽ അഡോളസെന്റ് പീരീഡ്. നെക്സ്റ്റ് അഡൾട്ട്ഹുഡ് ആണ്. അപ്പൊ അഡോളസെന്റ് നിന്ന് അഡൾട്ട് ആവണത് ഭയങ്കര റാപ്പിഡ് ആയിട്ടായിരിക്കും. ആ അഡോളസെന്റ് അഡൾട്ട് ആവണ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തന്നെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ദി പേഴ്സൺ ഈസ് മെച്യൂർഡ് ആൻഡ് മോർ ബാലൻസ്ഡ്. The physical and mental characteristics are fully developed. It is difficult to draw a line when adolescent ceases and adulthood begins. ഇപ്പൊ അഡൾട്ട്ഹുഡിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ മെച്യൂർഡ് ആയിരിക്കും. അതുപോലെ വെൽ ബിഹേവ്ഡും മോർ ബാലൻസ്ഡ് ആയിരിക്കും ആ ഇൻഡിവിജ്വല്. ഫിസിക്കൽ ആയിട്ടുള്ളതും മെന്റൽ ആയിട്ടുള്ള ഫുൾ ക്യാരക്ടറിസ്റ്റിക്സും ഫുൾ ഡെവലപ്മെന്റും അഡൾട്ട്ഹുഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് ആയി ഉണ്ടാവും. അതുപോലെ തന്നെ അഡോളസെന്റ് കഴിഞ്ഞിട്ട് അഡൾട്ട്ഹുഡിലേക്ക് കടക്കുമ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഒരു വേറെ ഒരു പെട്ടെന്നുള്ള ഒരു റാപ്പിഡ് ചേഞ്ച് ആയിട്ടാണ് അതിനെ നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അഡൾട്ട്ഹുഡിൽ വരുന്ന ചേഞ്ചസ് ആണ് ഫിസിക്കൽ ആയിട്ടുള്ള മെന്റൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഫുൾ ആയിട്ട് അവിടെ കംപ്ലീറ്റ് ആവും. കൂടുതൽ മെച്യൂർഡ് ആയിട്ടും ബാലൻസ്ഡ് ആയിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഓൾഡ് ഏജ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സേ വെൻ ഓൾഡ് ഏജ് ബിഗിൻസ്. ഇറ്റ് ഈസ് എ ഗ്രാജുവൽ പ്രോസസ് മാർക്ക്ഡ് ബൈ ഡിക്ലൈൻ ഇൻ ഫിസിക്കൽ പവേഴ്സ് ആൻഡ് എക്വിറ്റി ഓഫ് സെൻസ് ഓർഗൻസ്. ഓൾഡ് ഏജ് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഏജിലായിരിക്കും. ഡിഫറെന്റ് ആയിട്ട് ആണ് ഓൾഡ് ഏജ് ബിഗിൻ ചെയ്യുക. ഓൾഡ് ഏജ് ബിഗിൻ ചെയ്യുമ്പോൾ എന്താണ് ഫിസിക്കൽ ഉണ്ടായിരുന്ന പവേഴ്സും അതുപോലെ സെൻസ് ഓർഗൻസിന്റെ എബിലിറ്റിയും അതൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ കുറഞ്ഞു വരും, ഡിക്ലൈനിലേക്ക് വരും. ഫിസിക്കൽ പവേഴ്സും പണ്ടത്തെ പോലെ ഫിസിക്കൽ ആയിട്ടുള്ള പവേഴ്സും ഉണ്ടാവില്ല. അതുപോലെ സെൻസ് ഓർഗൻസിന്റെ എബിലിറ്റീസും അവിടെ പതുക്കെ കുറയുകയാണ് ചെയ്യുന്നത്. ഓൾഡ് ഏജ് ഇസ് മാർക്ക്ഡ് ബൈ സർട്ടൻ സൈക്കോളജിക്കൽ ചേഞ്ചസ് സച്ച് ആസ് ഇംപയർഡ് മെമ്മറി, rigidity of outlook, irritability, bitterness, inner withdrawal and social maladjustment. അപ്പോൾ ഓൾഡ് ഏജിലേക്ക് വരുമ്പോൾ ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒരു ഇൻഡിവിജ്വലിന് വരും. മെമ്മറി ലോസ് ഉണ്ടാവും. പണ്ടത്തെ പോലെ മെമ്മറി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ഉൾവലിഞ്ഞ് സോഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫിനോടൊന്നും താല്പര്യമില്ലാതെ ഉൾവലിഞ്ഞ് നിൽക്കണ ഒരു സൈക്കോളജിക്കൽ ചേഞ്ചസ് ഒക്കെയാണ് സാധാരണ ഓൾഡ് ഏജ് പീപ്പിളിൽ കാണാറുള്ളത്. അപ്പൊ ഈ 6 സ്റ്റേജസ് ആണ് സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വരുന്നത്. ആദ്യം നമ്മൾ ഇൻഫാൻസി പറഞ്ഞു. ഇൻഫാൻസിയിൽ നമ്മൾ ഒരു കുട്ടി ഫുള്ളി ഡിപ്പെൻഡന്റ് ആണ്. ആ കുട്ടിയുടെ മദറിന്റെ അടുത്തായിരിക്കും ഫുള്ളി ഡിപ്പെൻഡന്റ്. പിന്നെ തന്നേക്ക് ഒരു 1.5 വയസ്സാവുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കണത് മുതൽ വരുന്ന ഡെവലപ്മെന്റ് ആണ് നോക്കിയത്. പിന്നെ പ്രീ സ്കൂൾ ചൈൽഡ് 5 ഇയർ വരെ ഉള്ള പ്രീ സ്കൂൾ ഏജ്, പിന്നെ സ്കൂൾ ഏജ്, പിന്നെ അഡോളസെന്റ്, പിന്നെ അഡൾട്ട്ഹുഡ്, ഓൾഡ് ഏജ്. അങ്ങനെ 6 സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ കണ്ടത്. സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 6 സ്റ്റേജും ഒരു ഹ്യൂമന്റെ ലൈഫ് സൈക്കിളിൽ വരുന്ന മാറ്റങ്ങളാണ്. അപ്പോ നിങ്ങൾ ഓരോ സ്റ്റേജില് ഉള്ള മാറ്റങ്ങൾ കൂടുതൽ പോയിന്റ്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓരോ ഹ്യൂമന്റെ സ്റ്റേജസ് ആണിത്.
നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഓർ ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യണ കുറച്ച് ഫാക്ടേഴ്സ് ആണ് നോക്കാൻ പോണത്. അപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് നമ്മൾ കണ്ടു. ഇനി ആ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ അതിനെ എഫക്ട് ചെയ്യണ കുറച്ച് ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. The individual's personality is the product of both heredity and environment. It is because of heredity and environment individuals differ from physique, character, and other personality traits. Therefore, it is of importance the part played by heredity and environment in the personality development of a person. ഇപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്, മെയിൻ ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ് ഹെറിഡിറ്റിയും അവര് ജീവിച്ചു വരണ എൻവയോൺമെന്റും. ഹെറിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ പാരന്റ്സിൽ നിന്ന് നമുക്ക് പാസ് ചെയ്ത് വരണ ക്യാരക്ടറിസ്റ്റിക്സ്, ജീൻസ് വഴി നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹെറിഡിറ്റി. അതുപോലെ നമ്മൾ ജീവിച്ചു വരുന്ന എൻവയോൺമെന്റും, ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യണത്. ഓരോ ഇൻഡിവിജ്വലിനെയും ഈ ഹെറിഡിറ്റിയും അവരുടെ എൻവയോൺമെന്റും ഡിഫറെന്റ് ആയ കാരണമാണ് അവര് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള രീതികളിൽ നിന്നും അവരുടെ പേഴ്സണാലിറ്റി ക്വാളിറ്റീസ് ഒക്കെ ഡിഫർ ആവണത്. അപ്പൊ ആദ്യത്തെ ഫാക്ടർ ആണ് ഹെറിഡിറ്റി. Heredity is the characteristics transferred from parents to offsprings through the genes in the chromosome. It consists of all the structures, physical characteristics, functions, or capacities derived from parents, other ancestors, or species. ഇപ്പൊ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ പാരന്റ്സിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത്, ജീൻസ് വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഹെറിഡിറ്റി എന്ന് പറയാം. അതാണ് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ളതും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്വാളിറ്റീസിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഹെറിഡിറ്റി വഴി കിട്ടിയിട്ടുള്ള ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇൻ ഷോർട്ട്, ഇറ്റ് ഈസ് ദ സം ഓഫ് ടോട്ടൽ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രേറ്റ്സ് വിച്ച് എ പേഴ്സൺ ഇൻഹെറിറ്റ് ഫ്രം ഹിസ് പാരന്റ്സ്. Each gene has its distinct function in the transmission of hereditary characteristics. Hence, heredity is one of the determining factors of personality development. അപ്പോൾ ഇങ്ങനെ ഓഫ് സ്പ്രിങ്സിനെ പാരന്റ്സിൽ നിന്ന് കിട്ടണ ഓരോ ജീൻസ് വഴി കിട്ടണ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹെറിഡിറ്റി. അതാണ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ. ഈ ഹെറിഡിറ്റി ആണ് നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ളതും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്വാളിറ്റീസിനെ ഷേപ്പ് ചെയ്ത് എടുക്കുന്നത്. ഫീച്ചേഴ്സിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ളതും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്വാളിറ്റീസിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാസ് ചെയ്ത് കിട്ടുന്ന ഹെറിഡിറ്റി ആണ്. ഓരോ ജീനിന് അതിൻ്റെതായ ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഓരോ ജീനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. അതാണ് പറയുന്നത് ഈച്ച് ജീൻ ഹാസ് ഇറ്റ്സ് ഡിസ്റ്റിൻക്ട് ഫംഗ്ഷൻ ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഹെറിഡിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. അത് കാരണം ഹെറിഡിറ്റി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. നെക്സ്റ്റ് എൻവയോൺമെന്റ് ആണ്. Environment covers all the outside factors that have acted on the individual since he began life. Environment has a very significant effect on man. An individual's environment is related to all those stimulations which he faces from the moment of fertilization and continues almost till death. Environment എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജീവിച്ചു വരുന്ന എല്ലാ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളും നമുക്ക് എൻവയോൺമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഫ്രം ദി പോയിന്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ടിൽ ഡെത്ത് വരെ എല്ലാം ഫേസ് ചെയ്യണ എല്ലാ കാര്യങ്ങളും എൻവയോൺമെന്റിലാണ് വരിക. അപ്പൊ എൻവയോൺമെന്റ് രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്യണത്, ഫിസിക്കൽ എൻവയോൺമെന്റ് എന്നും സോഷ്യൽ എൻവയോൺമെന്റ്. ഫിസിക്കലി ഒരു ഇൻഡിവിജ്വലിനെ സറൗണ്ട് ചെയ്യണ എല്ലാ കാര്യങ്ങളും ഫിസിക്കൽ എൻവയോൺമെന്റിൽ വരും. സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ സ്കൂള്, നമ്മൾ വർക്ക് ചെയ്യണ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതൊക്കെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അതിനെ പറയുന്നതാണ് സോഷ്യൽ എൻവയോൺമെന്റ്. അവരും എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എൻവയോൺമെന്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫിസിക്കൽ എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ്. Physical environment means all those things and phenomena around that influence a person. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫിസിക്കൽ എൻവയോൺമെന്റിൽ വരും. ഇപ്പൊ നല്ലൊരു ഹോം, നല്ല ലൊക്കാലിറ്റി നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഹോം ആൻഡ് ലൊക്കാലിറ്റി ഫോർ എ ഗുഡ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഔട്ട്ലുക്കിംഗ് ലൈഫ്. നെക്സ്റ്റ് സോഷ്യൽ എൻവയോൺമെന്റ്. It refers to the civilization inherited from forefathers and social forces presented by the contemporary human society. Family, school, community, that is with the people with whom we live, play and work. നമ്മൾ ഇന്ററാക്ട് ചെയ്യണ
സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ എൻവയോൺമെന്റ്. ആണ് പറഞ്ഞ ഫാമിലി, സോ സ്കൂള്, കമ്മ്യൂണിറ്റി, അതൊക്കെ പീപ്പിളായിട്ട് ഇന്ററാക്ഷൻ വരണ എൻവയോൺമെന്റിനാണ് നമ്മൾ സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഹെറിഡിറ്റിയും എൻവയോൺമെന്റും. ഇനി മൂന്നാമത്തെ ഫാക്ടറാണ് ബേസിക് നീഡ്സ്. ബേസിക് നീഡ്സ്, ഡ്രൈവ്സ് ആൻഡ് അർജസ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഓരോ ഇൻഡിവിജ്വലിന് ഓരോ നീഡ്സ് ഉണ്ട്. ആ നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാതെ ആവുമ്പോഴാണ് ഇൻഡിവിജ്വൽസ് ഫ്രസ്ട്രേറ്റഡ് ആവണത്, അവരുടെ ബിഹേവിയറിന് ചേഞ്ച് വരണം. അതാണ് നീഡ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. ആ നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ നല്ല മാറ്റങ്ങൾ വരും. ഇപ്പൊ ഓരോ ടൈപ്പ് നീഡ്സ് ഉണ്ട്. ആ നീഡ്സിന്റെ വിത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നോക്കണം, വിത്ത് എക്സാമ്പിൾ പഠിക്കണം. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ട് ഒരു ഹ്യൂമനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള നീഡ്സ് ആണ് ഫുഡ്, എയർ, വാട്ടർ, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ഇതൊക്കെ ഫിസിക്കലായിട്ട് ഒരു ഹ്യൂമൻ ബീങ്ങിനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡിൽ വരുന്നതാണ് ഹോം, ഫാമിലി, ഇൻകം, ജോബ്, എക്സെട്ര. ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്. ഫാമിലി ആൻഡ് ഗുഡ് ഫ്രണ്ട്സ് ആണ് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡില് വരുന്ന എലമെന്റ്സ്. ഫാമിലി ആൻഡ് ഗുഡ് ഫ്രണ്ട്സ്. റെക്കഗ്നേഷൻ നീഡ്, റെക്കഗ്നൈസ് ചെയ്യുക, ഏതൊരു സിറ്റുവേഷനിലും ആളെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക. അപ്രിസിയേഷൻ ആൻഡ് അപ്രൂവൽ ആണ് റെക്കഗ്നൈഷൻ നീഡിൽ വരുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക, ഒരാൾക്ക് അപ്രൂവൽ കിട്ടുക, അതൊക്കെയാണ് നമുക്ക് റെക്കഗ്നേഷൻ നീഡിൽ വരുന്നത്. നെക്സ്റ്റ് അച്ചീവ്മെന്റ് നീഡാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ഗോൾ അല്ലെങ്കിൽ അംബീഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക, അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ് അച്ചീവ്മെന്റ് നീഡ്. ടു ഹാവ് എ സെൻസ് ഓഫ് വിക്ടറി സച്ച് ആസ് ഫുൾഫില്ലിംഗ് ഗോൾസ് ആൻഡ് അംബീഷൻസ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ആണ് ബേസിക് നീഡ്സ്. ഈ 5 നീഡുകളും വിത്ത് എക്സാമ്പിൾ നോട്ട് ചെയ്ത് പഠിക്കണം. നെക്സ്റ്റ് ഏർലി ലേണിംഗ്. ഏർലി ലേണിംഗ് ഈസ് എ കണ്ടീഷൻഡ് ലേണിംഗ്. Day-to-day learning at home, school, etc. by a child is through conditioning. He gets to know the sound of the mother's voice and her touch long before he can really see her. Fear, love, hatred towards different subjects are created through conditioning. അപ്പോൾ ഏർലി ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർലി ലേണിംഗ് പ്രോസസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഏർലി ലേണിംഗ്. ഇപ്പോൾ ഏർലി ലേണിംഗ് ഈസ് എ കണ്ടീഷൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞു. ഒരു കുട്ടി സ്കൂളിൽ പഠിക്കണ കാര്യങ്ങൾ, അതുപോലെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ സൗണ്ട് കേട്ട് കേട്ട് അമ്മനെ കാണാതെ തന്നെ ആ കുട്ടി സൗണ്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കി തുടങ്ങുകയാണ് ഇറ്റ് ഈസ് ഹിസ് മദർ. അതൊരു കണ്ടീഷൻഡ് ലേണിംഗ് ആണ്. അവിടെ സൗണ്ട് കൊണ്ട് തന്നെ ഫിസിക്കലായിട്ട് ഇല്ലെങ്കിൽ തന്നെ ആ കുട്ടി മനസ്സിലാക്കുകയാണ് അത് അമ്മയാണെന്നുള്ള മനസ്സിലാക്കി വരികയാണ്. അതിനെ പറയുന്നതാണ് കണ്ടീഷൻഡ് ലേണിംഗ്. ഫിസിക്കലായിട്ട് അവിടെ ഇല്ലെങ്കിലും ഒരു സൗണ്ട് എന്നുള്ള ഒരു സ്റ്റിമുലസ് വഴി ആ കുട്ടി അവിടെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്സ് ടീച്ചർ ഭയങ്കര ഡിഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് നടത്തുന്നത്. കുട്ടികളായിട്ട് അധികം ഇന്ററാക്ഷനോ ഒന്നും ഇല്ലാതെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീച്ചിങ് അല്ല. അങ്ങനെ നടത്തുമ്പോൾ സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക്കലി എന്താണ്, ആ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റും അതുപോലെ ആ ടീച്ചറിന്റെ അടുത്തും ആ കുട്ടികൾക്ക് ഡിസ്ലൈക്ക് ഉണ്ടാവും. അത് ആ ടീച്ചിങ് സ്റ്റൈല് കാരണമാണ് അവിടെ ഉണ്ടാവുന്നത്. ആ കുട്ടികൾ ആ സബ്ജക്റ്റിനോടും അതുപോലെ തന്നെ ടീച്ചറിനോടും ഒരു ഡിസ്ലൈക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ആ സബ്ജക്റ്റ് തന്നെ ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇഫക്റ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്തിട്ട് അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. ആ ലേണിംഗ് പ്രോസസ്സ് എത്രമാത്രം ഇഫക്റ്റീവ് ആക്കണോ അത്രമാത്രം അതിനോടുള്ള ഇഷ്ടവും കൂടി വരും. അപ്പൊ ഏർലി ലേണിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഉള്ളത്. അതാണ് ആ എക്സാമ്പിൾ അവിടെ എഴുതിയേക്കുന്നത്. മാത്തമാറ്റിക്സ് ടീച്ചറിന്റെ പറഞ്ഞ കാര്യമാണ് ആ എക്സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് വാല്യൂ സിസ്റ്റം ആണ്. വാല്യൂ സിസ്റ്റത്തിൽ പറയാനുള്ളത് ഓരോ വാല്യൂസ് ആയിരിക്കും. നമ്മൾ വാല്യൂസ് കൂടുതൽ പഠിക്കുന്നുണ്ടാവുക ഫാമിലീസ് എന്നായിരിക്കും. ഫാമിലിയാണ് നമ്മുടെ വാല്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് മൗൾഡ് ചെയ്ത് കൊണ്ടുവരണം. ആറ്റിറ്റ്യൂഡ്, വാല്യൂ സിസ്റ്റം, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീഫ്, ദീസ് ആർ ലേൺഡ് ഇൻ ദി ഫാമിലി ആൻഡ് ഏർലി ഇൻ സോഷ്യൽ എൻവയോൺമെന്റ്. അതുപോലെ നമ്മുടെ സോഷ്യൽ എൻവയോൺമെന്റും വാല്യൂസിന് നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. They help to regulate behavior and help us to adjust in the social setup where we live.
Value or value system is received as the child develops. It may be helpful in building character and instinct, such quality as respect for others, self-discipline, family, unity, etc. അപ്പൊ ഈ വാല്യൂസ് ആണ് കുട്ടിയുടെ ഭാവിയിലുള്ള ബിഹേവിയറിനെ ഡിറ്റർമൈൻ ചെയ്യണത്. ആ വാല്യൂസ് കണ്ടിട്ടാണ് ബിഹേവിയർ ഷേപ്പ് ആവണത്. ഇപ്പോൾ ഫാമിലിയിലത്തെ യൂണിറ്റി കണ്ടിട്ട് ആ കുട്ടി എന്താണ് യൂണിറ്റി എന്ന് പഠിക്കുന്നു. ഫാമിലിയിലത്തെ ലവ് കണ്ടിട്ട് ആ കുട്ടി എന്താണ് ലവ് എന്ന് പഠിക്കുന്നു. സെൽഫ് ഡിസിപ്ലിൻ പഠിക്കുന്നു. അതൊക്കെ ഫാമിലിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റോള് അവിടെ പ്ലേ ചെയ്യണത്. അത് കാരണം വാല്യൂ സിസ്റ്റം ബേസിക്കലി ഫാമിലിയിൽ നിന്നും അതുപോലെ ഇന്ററാക്ട് ചെയ്ത് വരുന്ന സോഷ്യൽ എൻവയോൺമെന്റ് ആണ് ഷേപ്പ് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യണത്. നെഗറ്റീവ് വാല്യൂസ് മേ ബി അക്വയർഡ് ബൈ എ ചൈൽഡ് ഹൂസ് പാരന്റ്സ് ഹാവ് ഹാബിറ്റ്സ് സച്ച് ആസ് തെഫ്റ്റ്, ലൈയിങ്, ക്രൂവാലിറ്റി ആൻഡ് റിവെഞ്ച്. ഇങ്ങനെ ക്രൂവാലിറ്റിയും റിവെഞ്ചും അതുപോലെ തന്നെ തെഫ്റ്റ്, ലൈയിങ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ ആ കുട്ടി ആ വാല്യൂസ് ആയിരിക്കും കൂടുതൽ കണ്ട് പഠിക്കുന്നുണ്ടാവുക. അത് തന്നെയായിരിക്കും ആ കുട്ടീനും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചിലപ്പോൾ കാരണമാവാം. അപ്പൊ നെഗറ്റീവ് വാല്യൂസ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം ഒരു ചൈൽഡിന്. അത് കാരണം വാല്യൂ സിസ്റ്റം ആണ് പേഴ്സണാലിറ്റീനെ ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണതെന്നും പറയാം. അപ്പൊ നമ്മള് 5 പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഈ 5 പോയിന്റ് ആണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യണ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യണ ഫാക്ടേഴ്സ്. ഇത് മാത്രം ഒരു എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് പാർട്ട് എ ബി സി അങ്ങനെ ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിട്ട് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതുപോലെ ഈ സ്ലൈഡ് മാത്രം പഠിച്ചാൽ മതി. പേഴ്സണാലിറ്റിയുടെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്ലൈഡുകളാണിത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഹെറിഡിറ്റി ആണ്. ഹെറിഡിറ്റി പാരന്റ്സിൽ നിന്ന് പാസ് ചെയ്ത് വരുമ്പോൾ കിട്ടണതാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എൻവയോൺമെന്റ് പറഞ്ഞു. എൻവയോൺമെന്റ് 2 രീതിയിൽ ഡിവൈഡ് ചെയ്തു. ഫിസിക്കൽ എൻവയോൺമെന്റും സോഷ്യൽ എൻവയോൺമെന്റും. അത് കഴിഞ്ഞിട്ട് ബേസിക് നീഡ്സ് പറഞ്ഞു. ഓരോരോ ഡിഫറെന്റ് ടൈപ്പ് നീഡ്സ് കണ്ടു. നെക്സ്റ്റ് ഏർലി ലേണിംഗ് പ്രോസസ്സിൽ ഉണ്ടാവണ മാറ്റങ്ങള്. 5-മത്തെ വാല്യൂ സിസ്റ്റം, വാല്യൂസിന്റെ ഇമ്പോർട്ടന്റ് റോൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വാല്യൂസ് തരണ ഇമ്പോർട്ടന്റ് റോളും ആണ് കണ്ടത്. അപ്പൊ ഈ 5 പോയിന്റ് ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ലേണിംഗ്. ലേണിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ലേണിംഗ് മാത്രമായിട്ടും പേഴ്സണാലിറ്റി എന്നുള്ളൊരു വൈഡ് ഏരിയ അപ്പൊ അവിടെ കഴിഞ്ഞു. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ലാസ്റ്റ് സെക്ഷൻ പേഴ്സണാലിറ്റിയുടെ. ഇത് ഇനി അടുത്ത ടോപ്പിക് ആണ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ. ലേണിംഗ് മാത്രം വാട്ട് ഈസ് ലേണിംഗ് ആൻഡ് വാട്ട് ആർ ദി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് കണ്ടീഷൻസ് എഫക്റ്റിംഗ് ലേണിംഗ്, അങ്ങനെ എസ്സേ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 3 ടോപ്പിക്കാണ് ലേണിംഗിൽ വരിക. ലേണിംഗ് എന്താന്ന് പഠിക്കണം, കണ്ടീഷൻസ് എഫക്റ്റിംഗ് ലേണിംഗ് എന്താന്ന് പഠിക്കണം, തിയറീസ് ഓഫ് ലേണിംഗ്. ഈ 3 ടോപ്പിക്കാണ് ലേണിംഗിൽ വരിക. അപ്പൊ ലേണിംഗ് is a lifelong process. It is a process of modification of behavior. ബിഹേവിയറിനെ മാറ്റം വരുത്തുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ്. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയും. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യണ ഒരു പ്രോസസ്സാണ്. ദി എൻഡ് പ്രോഡക്റ്റ് ഓഫ് ലേണിംഗ് ഈസ് ബിഹേവിയറൽ ചേഞ്ച് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ലേണിംഗിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ അവിടെ മാറിയിരിക്കും. ലേണിംഗ് ഇസ് ഡിഫൈൻഡ് ആസ് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ. ഒരു ബിഹേവിയറിൽ വരുന്ന പെർമനന്റ് ചേഞ്ച് വരുത്തുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ലേണിംഗ്. അതാണ് ലേണിംഗിന്റെ ഡെഫിനേഷൻ. അത് മസ്റ്റ് ആയിട്ടും ആ ഡെഫിനേഷൻ പഠിച്ചിരിക്കണം. ലേണിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ദി ബിഹേവിയർ ഓഫ് എ പേഴ്സൺ ഓർ ലേണിംഗ് ഈസ് ദി മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസസ്. എക്സ്പീരിയൻസ് വഴി ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യണ പ്രോസസ്സാണ് ലേണിംഗ്. അതിലത്തെ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കുക. ലേണിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ. പെർമനന്റ് ആയിട്ട് അവരുടെ ബിഹേവിയറിൽ ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ്. അപ്പോൾ ലേണിംഗ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഇൻട്രൊഡക്ഷൻ പാര എഴുതേണ്ടത്, ലേണിംഗിന്റെ ഡെഫിനേഷൻ. പിന്നെ ലേണിംഗ് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണെന്ന് പറയാം. അത് ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യണ ഒരു പ്രോസസ്സാണ്. പെർമനന്റ് ആയിട്ട് മോഡിഫൈ ചെയ്യണ ഒരു പ്രോസസ്സിനെ പറയണം. അതാണ് ലേണിംഗ്. നെക്സ്റ്റ് കണ്ടീഷൻസ് എഫക്റ്റിംഗ് ലേണിംഗ്. കണ്ടീഷൻസ് എഫക്റ്റിംഗ് ലേണിംഗ് എന്തൊക്കെയാണ് ലേണിങ്ങിനെ എഫക്ട് ചെയ്യണ കുറച്ച് കണ്ടീഷൻസ് എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം ഇന്റലിജൻസ് നമുക്ക് എന്താണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന് എന്തായാലും ഇന്റലിജൻസ് വേണം. ഇന്റലിജൻസ് ഇമ്പോർട്ടന്റ് ആണ്.
Learning depends upon the intelligence or mental capacity of an individual. The mental capacity is concerned with heredity, nutrition, and IQ. Children with low IQ are backward learners. They may not perform well in academic matters. അപ്പോൾ ലേണിംഗ് പ്രോസസ്സിന് എന്തായാലും ഇന്റലിജൻസ് വേണം. അപ്പൊ ഈ മെന്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വെച്ചാൽ ഹെറിഡിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പേരൻസിൽ നിന്ന് കിട്ടുന്ന ഹെറിഡിറ്റിന്ന് ഇരിക്കും ഇന്റലിജൻസ്. അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന അതർ ഫാക്ടറാണ് ന്യൂട്രീഷൻ. നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് എന്തായാലും നമ്മൾ കഴിക്കണം, എന്നാലാണ് നമ്മുടെ നല്ല മെന്റൽ ഗ്രോത്തും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ന്യൂട്രീഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ IQ, ഇതൊക്കെയാണ് ഇന്റലിജൻസിന് കാരണമാവുന്നത്. ഹെറിഡിറ്റി, ന്യൂട്രീഷൻ, IQ. ഒരു IQ കുറവുള്ള കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ IQ ഉള്ള ഒരു കുട്ടീനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ടൈം എടുത്തിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അക്കാഡമിക്സില് അത്ര സ്കോർ ചെയ്യാനും പറ്റുണ്ടാവില്ല. അതാണ് ഇന്റലിജൻസ് ആണ് അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ. ലേണിങ്ങിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇന്റലിജൻസ്. നെക്സ്റ്റ്, ഏജ്. Generally, academic performance is positively related to the age of the learner. The learning curve reaches its peak between 22 to 25 years of age. After the age of 30, there is a sharp decline. ഇപ്പൊ ലേണിംഗ് കൂടുതൽ ആക്റ്റീവ് ആയിട്ട് നടക്കേണ്ട ഒരു ഏജ് ആണ് പറയുന്നത് 22 to 25 ഇയേഴ്സ്. ആ ഏജില് എന്ത് പറഞ്ഞാലും ഒരു പീക്ക് ഏജ് ആണെന്ന് പറയുന്നത്. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ ഒരു 30 ഇയേഴ്സ് ഒക്കെ ആവുമ്പോൾ ആ ഗ്രാസ്പ് ചെയ്യണ പവർ പതുക്കെ ഡിക്ലൈൻ ചെയ്ത് വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഏജ് ഇമ്പോർട്ടന്റ് ആണ്. ലേണിംഗ് പ്രോസസ്സ് ഫാസ്റ്റ് ആയി നടക്കാൻ വേണ്ടിയിട്ട് ഏജ് ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണെന്നും പറയാം. നെക്സ്റ്റ്, ലേണിംഗ് സിറ്റുവേഷൻ. ലേണിംഗ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ലേണിംഗ് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അത് നമ്മുടെ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. അത് ഇപ്പൊ ടീച്ചേഴ്സ് ആവാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഇതൊക്കെ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യണ ഫെസിലിറ്റീസ് ആണ്. എത്രമാത്രം ഫെസിലിറ്റീസ് നമുക്കുണ്ട് അതിനനുസരിച്ച് ലേണിംഗ് പ്രോസസ്സും സിമ്പിളും ഇൻട്രസ്റ്റിംഗും ആയിട്ട് നടക്കും. അതാണ് ലേണിംഗ് സിറ്റുവേഷനിൽ പറയുന്നത്. നെക്സ്റ്റ്, മോട്ടിവേഷൻ. എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ എന്ത് കാര്യമായാലും അതൊന്നും കൂടി ഫാസ്റ്റ് ആവും. ഇപ്പൊ ലേണിംഗ് പ്രോസസ്സിലായാലും അതെ, മോട്ടിവേഷൻ, ഇപ്പൊ എൻകറേജ്മെന്റ് കൊടുക്കുക, വല്ല റിവാർഡും കൊടുക്കുക, ഒരു ക്യാഷ് പ്രൈസ് അങ്ങനത്തെ എന്തെങ്കിലും റിവാർഡ് കൊടുക്കുക, അതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ലേണിംഗ് പ്രോസസ്സിനെ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ മോട്ടിവേഷന്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷൻ ഈസ് ആൻ ഇന്നർ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ടു ആൻ ആക്ഷൻ. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫോഴ്സ് ആണ്. ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പോസിറ്റീവ് മോട്ടിവേഷൻ ആയിട്ട് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യണ പോസിറ്റീവ് മോട്ടിവേഷൻസ് ആണ് എൻകറേജ്മെന്റ്, അവരെ എൻകറേജ് ചെയ്യുക, പ്രൈസ് ചെയ്യുക, പിന്നെ റിവാർഡ് കൊടുക്കുക. അതൊക്കെ അവരുടെ ലേണിംഗ് പ്രോസസ്സിനെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യും. അപ്പൊ മോട്ടിവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മോട്ടിവേഷൻ ഈസ് നോൺ ആസ് ദി സൂപ്പർ ഹൈവേ ഫോർ ലേണിംഗ്. ലേണിംഗ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ഹൈവേ ആണ് മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അത് വൺ വേർഡ് ചോദിക്കാറുണ്ട്. ഡാഷ് ഈസ് നോൺ ആസ് എ സൂപ്പർ ഹൈവേ ഫോർ ലേണിംഗ്. മോട്ടിവേഷനെയാണ് സൂപ്പർ ഹൈവേ ഫോർ ലേണിംഗ്. മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലേണിംഗ് ചെയ്യാൻ പറ്റും. ഒരാൾ മോട്ടിവേറ്റ് ആണ്, നന്നായി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്, അപ്പൊ ആ ഗോളാണ് നിങ്ങളുടെ മോട്ടിവേഷൻ. ആ ഗോളിന് വേണ്ടി പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ഫ്രൂട്ട്ഫുൾ. അപ്പോൾ സൂപ്പർ ഹൈവേ ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ ഈസ് നോൺ ആസ് എ സൂപ്പർ ഹൈവേ ഫോർ ലേണിംഗ്. നെക്സ്റ്റ്, ഹെൽത്ത്. ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ ഹെൽത്ത് ആയാലും അതെ, മെന്റൽ ഹെൽത്ത് ആയാലും അതെ. ഫിസിക്കലി നമ്മൾ ഇല്ലാണെങ്കിൽ പഠിക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഫിസിക്കൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ ഹെൽത്ത്, physical well-being positively contribute to learning performance. A differently abled person, deaf, dumb, chronically ill cannot learn easily. അപ്പോൾ ഫിസിക്കലി ഇല്ലാണെങ്കിൽ ലേണിംഗ് പ്രോസസ്സ് അത്രയ്ക്കും ഈസി ആയിട്ട് നടക്കില്ല. പിന്നെ മെന്റൽ ഹെൽത്ത്, വറീസ്, ആൻസൈറ്റീസ് ആൻഡ് ഫിയേഴ്സ് ഇന്റർഫിയർ വിത്ത് ലേണിംഗ്. എന്തെങ്കിലും വറീസോ അല്ലെങ്കിൽ ഫിയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ പ്രോസസ്സിനെ ഇന്റർഫിയർ ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ലേണിംഗ് പ്രോസസ്സിനെ എഫക്ട് ചെയ്യണ ഫാക്ടേഴ്സ്. ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആയിട്ട് പഠിക്കാനും പറ്റണതാണ്. അപ്പോൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ആദ്യം നമ്മൾ ഇന്റലിജൻസ് പറഞ്ഞു. ഇന്റലിജൻസ്, ഏജ്, ലേണിംഗ് സിറ്റുവേഷൻ, മോട്ടിവേഷൻ, ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഇങ്ങനെ 6 പോയിന്റ്സ് ആണ് ഉള്ളത്. ലേണിംഗ് സിറ്റുവേഷൻ, ഏജ്,
ഇന്റലിജൻസ്, ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, മോട്ടിവേഷൻ. ദീസ് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ലേണിംഗ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോണത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ സ്ലൈഡ് നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈപ്സ് ഓഫ് ലേണിംഗ്. ടൈപ്സ് ഓഫ് ലേണിംഗിൽ 3 ടൈപ്പ് ലേണിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊഗ്നിറ്റീവ് ലേണിംഗ്, എഫക്റ്റീവ് ലേണിംഗ്, സൈക്കോമോട്ടോർ ലേണിംഗ്. കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോളജ് പറഞ്ഞു കൊടുക്കുന്നതാണ് കൊഗ്നിറ്റീവ് ലേണിംഗിന്റെ ലെവല്. എഫക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നോളജ് പറഞ്ഞു കൊടുത്ത കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് എഫക്റ്റീവ് ലേണിംഗ്. പിന്നെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്, സ്കില്ല് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് സൈക്കോമോട്ടർ ലേണിംഗ് ആയി. ആ ബ്രാക്കറ്റിലുള്ളത് അടക്കം പഠിക്കണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിത്ത് എക്സാമ്പിൾ ആയിരുന്നു നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സ്ലൈഡ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. ഈ സ്ലൈഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 1 വേർഡ് ചോദിക്കുക, വിത്ത് ബ്രാക്കറ്റ് അത് പഠിക്കണം. കൊഗ്നിറ്റീവ് ലേണിംഗിൽ വരുന്നത് നോളജ് ആണ്. എഫക്റ്റീവ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, എഫക്റ്റീവ് ആറ്റിറ്റ്യൂഡ്. മോട്ടോർ എന്തെങ്കിലും ചെയ്യണത്. അപ്പൊ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണ ലെവലിൽ നടക്കുന്നത് സൈക്കോമോട്ടർ ലേണിംഗ് ആണ്. നോളജ് കൊടുക്കുമ്പോൾ നടക്കുന്നത് കൊഗ്നിറ്റീവ് ലേണിംഗ് ആണ്. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എഫക്റ്റീവ് ലേണിംഗ് ആണ്. ഓക്കെ, ഇതാണ് 3 ടൈപ്സ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ 3 ഡൊമൈൻസ് ഓഫ് ലേണിംഗ്. നെക്സ്റ്റ് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. തിയറീസ് ഓഫ് ലേണിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു സ്റ്റോറി പോലെ പഠിച്ച് എളുപ്പമായിട്ട് സ്വന്തം വേർഡ്സിൽ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് തിയറീസ് ഓഫ് ലേണിംഗ്. തിയറീസ് ഓഫ് ലേണിംഗ് എക്സ്പ്ലെയിൻസ് ഹൗ ലേണിംഗ് ടേക്ക് പ്ലേസ്. സൈക്കോളജിസ്റ്റ് ഹാവ് പുട്ട് ഫോർവേഡ് ഡിഫറെന്റ് തിയറീസ് ഇൻ ദിസ് റിഗാർഡ്. എങ്ങനെയാണ് ലേണിംഗ് നടക്കണതെന്ന് ഓരോരോ സൈക്കോളജിസ്റ്റുകൾ ഓരോ തിയറി വഴി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ പറയുന്നതാണ് തിയറീസ് ഓഫ് ലേണിംഗ്. അപ്പോ ലേണിംഗ് പ്രോസസ്സ് ഓരോ എക്സ്പെരിമെന്റ് വഴി ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ തിയറീസ് ഓഫ് ലേണിംഗ്. ആദ്യത്തെ തിയറി എന്ന് പറഞ്ഞാൽ ലേണിംഗ് ബൈ കണ്ടീഷൻഡ് റിഫ്ലക്സ്. ലേണിംഗ് ബൈ കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്നുള്ള തിയറി പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ഇവാൻ പാവ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ്. അത് ചിലപ്പോൾ 1 വേർഡ് ആയിട്ട് ചോദിക്കാം. ഹു പുട്ട് ഫോർവേഡ് ദി തിയറി ഓഫ് ലേണിംഗ് ബൈ കണ്ടീഷൻഡ് റിഫ്ലക്സ്. ലേണിംഗ് ബൈ കണ്ടീഷൻ റിഫ്ലക്സ് എന്ന തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ഇവാൻ പാവ്ലോ എന്ന റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോ ഇവാൻ പാവ്ലോവിന്റെ ലേണിംഗ് ബൈ കണ്ടീഷൻ റിഫ്ലക്സ് നോക്കാം. ഇതാണ് ഇവാൻ പാവ്ലോവിന്റെ ലേണിംഗ് ബൈ കണ്ടീഷൻ റിഫ്ലക്സ്. ആളൊരു ഡോഗിന്റെ ഫുഡിനെ വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ആണ് നടത്തിയത്. പാവ്ലോസ് ഡോഗ് എക്സ്പെരിമെന്റ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അപ്പോ ആദ്യത്തെ പിക്ചറിൽ എന്താണ്, ഒരു ഫുഡ് ഒരു ഡോഗിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഡോഗിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫുഡ് കാണുമ്പോൾ ഡോഗിന്റെ സലൈവ വരികയാണ്. ആ ഫുഡിനോടുള്ള കൊതി കാരണം ഡോഗ് സലൈവേറ്റ് ചെയ്യാണ്. അപ്പൊ രണ്ടാമത്തെ പിക്ചറില് ഫുഡില്ല, പക്ഷെ ഒരു ബെല്ല് മാത്രം ഉണ്ട്. പക്ഷെ ഡോഗ് ഒരു റെസ്പോൺസും കൊടുക്കണില്ല അതിന്. ക്വയറ്റായിട്ടിരിക്കുകയാണ്, ഒരു റെസ്പോൺസ് ഇല്ല. മൂന്നാമത്തെ പിക്ചർ വരുമ്പോ ഫുഡും ഉണ്ട്, അതുപോലെ ഒപ്പം ബെല്ലും റിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ, ഡോഗ് സലൈവ വീണ്ടും വരികയാണ്, ഡോഗ് വീണ്ടും സലൈവേറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഫുഡ് കാണുമ്പോ ഡോഗ് ഓട്ടോമാറ്റിക്കലി സലൈവേറ്റ് ചെയ്യും. അതിന്റെ ഒപ്പം ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ഒരു ബെല്ലും കൂടി അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ രണ്ടും ഒപ്പം ആവുമ്പോ ഓട്ടോമാറ്റിക്കലി ഡോഗ് ഫുഡ് കണ്ടപ്പോ സലൈവേറ്റ് ചെയ്തു. അപ്പൊ ഈ മൂന്നാമത്തെ കണ്ടീഷൻ വീണ്ടും വീണ്ടും പാവ്ലോ റിപ്പീറ്റ് ആയി ചെയ്തു. അങ്ങനെ ഡോഗിന്റെ മൈൻഡിൽ ഇങ്ങനെ കേറുകയാണ്. ബെല്ലടിക്കുമ്പോ ഫുഡ് വരും എന്നുള്ളൊരു തോട്ട് വരണ പോലെ ബെല്ലടിക്കുമ്പോ സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ലാസ്റ്റത്തെ പിക്ചറിൽ ഫുഡ് ഇല്ല, പക്ഷെ ബെല്ല് മാത്രം അടിക്കുന്നുണ്ട്, പക്ഷെ ഡോഗ് എന്താണ്, സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു ട്രെയിൻ ചെയ്ത പോലെ ആദ്യം ഫുഡ് മാത്രം വെച്ചു കൊടുത്തു, അപ്പൊ അത് സലൈവേറ്റ് ചെയ്തു. പിന്നെ ബെല്ല് മാത്രം വെച്ചു കൊടുത്തു, അപ്പൊ അത് ഒന്നും റെസ്പോൺസ് ചെയ്തില്ല. പക്ഷെ ഫുഡും ബെല്ലും ഒപ്പം വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഡോഗിന്റെ മൈൻഡിൽ കയറുകയാണ്, ഫുഡ് വരുമ്പോ ബെല്ലടിക്കും എന്നുള്ളൊരു തോട്ട് കയറുകയാണ്. അങ്ങനെ അതിന്റെ മൈൻഡിൽ അങ്ങനെ ഒരു തോട്ട് വരുമ്പോ വെറുതെ ബെല്ലടിക്കുമ്പോ തന്നെ അത് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ലാണ് അവിടെ വർക്ക് ചെയ്തേക്കണത്. അവിടെ അതിനെ പറയുന്നതാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഈ പിക്ചർ വെച്ചിട്ട് എളുപ്പമായിട്ട് അത് പഠിക്കാവുന്നതുള്ളൂ. അപ്പോ അതിന്റെ വേർഡിങ്സ്, ഇറ്റ് ഈസ് വെൽ നോൺ ദാറ്റ് വെൻ എ ഡോഗ് സീസ് ഫുഡ് ദേ ബിഗെയിൻ ടു സലൈവേറ്റ്. ഒരു ഡോഗ് ഫുഡ് കാണുമ്പോൾ സലൈവേറ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് സലൈവേറ്റ് ചെയ്യും.
ദിസ് ഈസ് ആൻ ഇൻബോൺ റിഫ്ലെക്സ്. അത് ആ ഡോഗിന്റെ ഉള്ളിലുള്ള റിഫ്ലെക്സ് ആണത്. ഇവാൻ പൗലോ, the Russian psychologist, discovered in his experiment that if a bell was rung when the dog were fed, eventually salivation could be induced by the ringing of the bell alone. ഇവാൻ പൗലോ എന്ന സൈക്കോളജിസ്റ്റ് ഡിസ്കവർ ചെയ്യാണ് ഫുഡും ബെല്ലും കൂടി ഒപ്പം കാണിച്ചുകൊണ്ട് ഡോഗിനെ സലൈവേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഡോഗിന്റെ മൈൻഡിൽ ഒരു തോട്ട് കയറാണ്, ഫുഡ് വരുമ്പോഴാണ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കണത്. അങ്ങനെ പിന്നെ അതിന്റെ ശേഷം ബെല്ല് മാത്രം അടിക്കുമ്പോഴും ഫുഡില്ലാതെ തന്നെ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആയിരുന്നു നമ്മുടെ ബെല്ല്. ഫുഡ് കാണാതെ തന്നെ ലാസ്റ്റ് ബെല്ലടിക്കുമ്പോൾ ഡോഗിന് സലൈവേഷൻ വന്നു തുടങ്ങി. അതിനെ പറയുന്നതാണ് കണ്ടീഷൻഡ് റിഫ്ലെക്സ്. ഇതും ഒരു ലേണിംഗ് പ്രോസസ്സാണ് ഈ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യണത്. ഇങ്ങനെയാണ് ലേണിംഗ് നടക്കുക. ഇങ്ങനെ നടക്കണ ലേണിംഗിനെ പറയുന്നതാണ് ലേണിംഗ് ബൈ കണ്ടീഷൻഡ് റിഫ്ലെക്സ്. അപ്പൊ ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ഇവാൻ പൗലോ എന്ന സൈക്കോളജിസ്റ്റ് ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ആ ഡോഗിന്റെ എക്സ്പെരിമെന്റ് ആ പിക്ചർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വേർഡ്സിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പിക്ചർ ആഡ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് തിയറി ട്രയൽ ആൻഡ് എറർ തിയറിയാണ്. ട്രയൽ ആൻഡ് എറർ തിയറി E.L. തൊണ്ടേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ട്രയൽ ആൻഡ് എറർ തിയറി, ആ പേര് പോലെ തന്നെ ട്രയൽ പിന്നെ എററായി തന്നെ ട്രയൽ ആൻഡ് എറർ തിയറി. E.L. തൊണ്ടേക്കാണ് ആ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആ പിക്ചറിൽ കാണാം, ഒരു കൂട്ടില് ഒരു കാറ്റിനെ ഉള്ളിൽ ഇട്ടേക്കാണ്. ആ കൂടിന്റെ പുറത്ത് ഒരു പാത്രത്തിൽ ഒരു ഫിഷ് ഉണ്ട്. അപ്പൊ ആ ഫിഷ് കണ്ടിട്ട് കാറ്റ് ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുക. ആ ഫിഷ് കിട്ടും വേണം. ആ കൂടിന് ഒരു ലൂപ്പ് ഉണ്ട്. ആ റെഡ് കളറിൽ കാണുന്നത് ഒരു ലൂപ്പാണ്. ആ ലൂപ്പ് തൊട്ടാൽ മാത്രമാണ് ആ കൂട് തുറന്നിട്ട് കാറ്റിന്റെ പുറത്ത് പോയിട്ട് ആ ഫിഷ് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കാറ്റ് അവെയർ അല്ല, ആ ലൂപ്പ് തൊട്ടാലാണ് പുറത്തേക്ക് കടക്കാൻ പറ്റുകയെന്ന് കാറ്റിന് അറിയില്ല. അങ്ങനെ കാറ്റ് ആ ഫിഷ് കണ്ട ഒരു ഇതില് ഇങ്ങോട്ടും അങ്ങോട്ടും ആ കൂടിന്റെ ഉള്ളില് കുറെ നടക്കുന്നുണ്ട്, കൂട് മാന്തി പൊളിക്കുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ ട്രയൽ നടത്തി, പക്ഷെ അതൊക്കെ എററായി പോവാണ്. പക്ഷെ എങ്ങനെയോ ആക്സിഡന്റലി ആ കാറ്റ് ആ ലൂപ്പിന്റെ മേലെ തൊട്ടുപോയി. തൊട്ടുപോയപ്പോ എന്താണ്, ആ കൂട് അവിടെ തുറക്കുകയാണ്. തുറന്നപ്പോ ആ കാറ്റിന് ഫിഷ് കിട്ടി. അപ്പൊ കുറെ ട്രയലുകൾക്ക് ശേഷം എങ്ങനെയോ ആക്സിഡന്റലി ആ കാറ്റിന് മനസ്സിലായി, ആക്സിഡന്റലി ആ ലൂപ്പ് തൊട്ടു. ലൂപ്പ് തൊടുമ്പോഴാണ് ഡോറ് തുറക്കണെന്ന് കാറ്റിന് അവിടെ മനസ്സിലാവുകയാണ്. ഒരുപാട് ട്രയൽ നടന്നിട്ടാണ് ആ കാറ്റിന് ഒരുപാട് ട്രയൽ നടന്നു, അത് എററാവും ചെയ്തു. അങ്ങനെ അവസാനം ആ കാറ്റ് പുറത്തേക്ക് പോവാൻ പറ്റുകയാണ് ആക്സിഡന്റലി ആ ലൂപ്പ് തൊട്ടിട്ട്. അതിനെ പറയുന്നതാണ് ട്രയൽ ആൻഡ് എറർ തിയറി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പിക്ചറിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത് പിക്ചർ വെച്ചിട്ട് തന്നെ പഠിക്കുക, പിക്ചർ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. തിയറി എഴുതുമ്പോൾ അതിന്റെ ഒപ്പം എക്സാമ്പിൾ എഴുതണം, എന്നാലാണ് മാർക്ക് കിട്ടുള്ളൂ. ട്രയൽ ആൻഡ് എറർ തിയറി. E.L. തൊണ്ടേക്കാണ് ട്രയൽ ആൻഡ് എറർ തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. The animals such as cats and apes learn by trial and error method. We also learn a good deal by this method. ആനിമൽസ് മാത്രമല്ല, ഹ്യൂമൻ ബീങ്സും ഒരുപാട് കാര്യങ്ങൾ, തെറ്റുകൾ പറ്റുമ്പോൾ തെറ്റുകളിൽ നിന്നാണ് ഹ്യൂമൻ ബീങ്സും ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഹ്യൂമൻ ബീങ്സും അതുപോലെ ആനിമൽസും യൂസ് ചെയ്ത് വരുന്ന ഒരു ലേണിംഗ് പ്രോസസ്സാണ്. എ ചൈൽഡ് ട്രൈസ് ആൻഡ് ട്രൈസ് അഗെയിൻ യൂസിങ് എ നമ്പർ ഓഫ് അപ്രോച്ച് അണ്ടിൽ ആക്സിഡന്റലി ദ ഐഡിയൽ അപ്രോച്ച് ബിക്കം ക്ലിയർഡ്. ഈ കാറ്റിന്റെ പോലെ തന്നെ ഹ്യൂമൻ ബീങ്സും ഇതുപോലെ തന്നെയാണെന്നാണ് പറയുന്നത്. ദിസ് മെത്തേഡ് ഓഫ് ലേണിംഗ് ഈസ് വെരി സ്ലോ, ലാബറസ് ആൻഡ് പ്രിമിറ്റീവ്. കുറച്ച് ടൈം കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. കുറെ പ്രാവശ്യം ട്രയൽ ചെയ്താൽ മാത്രമാണ് ആക്സിഡന്റലി ഏതെങ്കിലും ഒന്ന് റെഡി ആവുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അത് കൊണ്ടുവന്നിട്ടുള്ള സൈക്കോളജിസ്റ്റിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, E.L. തൊണ്ടേ. നെക്സ്റ്റ് തിയറിയാണ് ലേണിംഗ് ബൈ ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ. അത് ആ സെന്റൻസിൽ നിന്ന് മനസ്സിലാവും. ഒരു കാര്യം ഒബ്സർവ് ചെയ്തിട്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കുക. കുഞ്ഞു കുട്ടികൾ ആരെങ്കിലും നടക്കുകയൊക്കെ ചെയ്യുക, ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കാണിക്കുമ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെയാണ് അവരും നടക്കണമൊക്കെ ചെയ്യണത്. അപ്പോൾ അതാണ് ലേണിംഗ് ബൈ ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ. When we learn a good deal by observation and imitation, a child copies or imitates gestures, facial expression and movements such as walking. Observation is an important element in medical examination. It leads to attention and perception. മെഡിക്കൽ കൺസെപ്റ്റിലെ
മെഡിക്കൽ ടേം നോക്കുമ്പോൾ ഒബ്സർവേഷന് ഭയങ്കര ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യുക, ഓരോ ഡിസീസസ് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒബ്സർവേഷൻ ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യണത്. അപ്പോൾ ഒബ്സർവ് ചെയ്തിട്ട് ഒരു കാര്യം പഠിക്കുക. ഹ്യൂമൻ ബീങ്സ്, ഒരു ചൈൽഡ് ഇപ്പോൾ അഡൾട്ടിനെ നോക്കിയിട്ട് കോപ്പി ചെയ്തിട്ട് പഠിക്കുക. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കിയിട്ട് അവരുടെ മൂവ്മെന്റ് നോക്കിയിട്ട് നടക്കാൻ പഠിക്കുക. അതൊക്കെയാണ് ലേണിംഗ് ബൈ ഒബ്സർവേഷനിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. നെക്സ്റ്റ് ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഒരു പുതിയൊരു ഇൻസ്ട്രുമെന്റ് വായിക്കാൻ പഠിക്കുക, പിയാനോ വായിക്കാൻ പഠിക്കുക, ഗിറ്റാർ വായിക്കാൻ പഠിക്കുക, സൈക്കിൾ ചവിട്ടാൻ പഠിക്കുക, ഒക്കെ ചെയ്ത് പഠിക്കുകയാണ്. അപ്പൊ അവിടെ മസ്കുലാർ ആക്ടിവിറ്റിയും അതുപോലെ സെൻസറി ഇമ്പൾസും കൂടിയിട്ടുള്ള ഒരു കോർഡിനേഷൻ ആണ് അവിടെ നടക്കുന്നത്. ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മസിൽസ് വേണം. മസ്കുലാർ ആക്ടിവിറ്റിയും നമ്മുടെ സെൻസറി ഇമ്പൾസും കൂടിയിട്ടാണ് അവിടെ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്. In this type of learning, there is coordination of muscular response with the sensory impulse. അതിനെ പറയുന്നതാണ് ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്ത് പഠിക്കുക. അതിന്റെ എക്സാമ്പിൾ എന്താ? ഡ്രോയിങ് പിക്ചേഴ്സ്, ടൈപ്പ് റൈറ്റിംഗ് ഓർ പ്ലേയിങ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അടുത്ത തിയറിയാണ് ലേണിംഗ് ബൈ റിമെമ്പറിങ്. വി ഓൾസോ ലേൺ ബൈ റിമെമ്പറിങ് ഓർ മെമ്മറൈസിങ് ഡേറ്റ്സ്, ഈവൻറ്റ്സ്, പോയംസ് ആൻഡ് സ്റ്റോറീസ് എക്സെട്ര. നമ്മള് ഇപ്പോ കുറെ കാര്യങ്ങൾ ആലോചിച്ച് ഓർത്ത് വെച്ച് പഠിക്കുമ്പോൾ കുഞ്ഞു കുട്ടികളാവുമ്പോ ഇപ്പോ റെസിറ്റേഷൻ, പോയം ഒക്കെ നമ്മളിങ്ങനെ അങ്ങനെ പഠിക്കണ്ടായിരുന്നു. അപ്പൊ അതാണ് ലേണിംഗ് ബൈ റിമെമ്പറിങ് തിയറി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ലേണിംഗ് ബൈ ഇൻസൈറ്റ്. വെൻ വി ആർ ഫേസ്ഡ് വിത്ത് എ പ്രോബ്ലം വി സോൾവ് ഇറ്റ് ബൈ ഇൻസൈറ്റ് ഓർ മെന്റൽ എക്സ്പ്ലോറേഷൻ. ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് അത് ഫേസ് ചെയ്ത് അത് സോൾവ് ചെയ്യണത്, അതിനെ പറയുന്നതാണ് ലേണിംഗ് ബൈ ഇൻസൈറ്റ്. ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത് ഫേസ് ചെയ്തിട്ട് അതിൽ നിന്ന് അത് സോൾവ് ചെയ്തിട്ട് മാറ്റാൻ കഴിയണത്, അതിനെ പറയുന്നതാണ് ലേണിംഗ് ബൈ ഇൻസൈറ്റ്. While diagnosing cases by doctors have some amount of insight is involved to solve the problem. ഇപ്പൊ ഡോക്ടേഴ്സ് ഒരു കേസ് ഡയഗ്നോസ് ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്ത്, ഒരു കേസ് ഡയഗ്നോസ് ചെയ്ത് അത് ട്രീറ്റ് ചെയ്ത് വീണ്ടും ഹെൽത്തി ആക്കി മാറ്റണതും ഒരു ഇൻസൈറ്റ് ആണ്. അവിടെ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ച് അതിനെ എന്താണ് ഡിസീസ് എന്ന് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യണതും ഒരു തരത്തിലൊരു ഇൻസൈറ്റ് ആണ് എന്നാണ് പറയണത്. അപ്പൊ 6 തിയറീസ് ഓഫ് ലേണിംഗ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ആദ്യം ലേണിംഗ് ബൈ കണ്ടീഷൻ റിഫ്ലക്സ് പഠിച്ചു. ലേണിംഗ് ബൈ കണ്ടീഷൻ റിഫ്ലക്സ് ഇവാൻ പാവ്ലോ എന്ന റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ് ആ തിയറി പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ആ ഡോഗിന്റെ എക്സ്പെരിമെന്റ് വിത്ത് എക്സാമ്പിൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പഠിക്കണം. പിന്നെ ട്രയൽ ആൻഡ് എറർ തിയറി പഠിച്ചു. ട്രയൽ ആൻഡ് എറർ തിയറി ഇ.എൽ. തൊണ്ടേക്ക് ആണ് ട്രയൽ ആൻഡ് എറർ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അതും ആ എക്സ്പെരിമെന്റ് കാറ്റിന്റെ എക്സ്പെരിമെന്റ് വെച്ചിട്ട് തന്നെ എക്സാമ്പിളോടെ എഴുതണം. നെക്സ്റ്റ് തിയറി പറഞ്ഞത് ലേണിംഗ് ബൈ ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ. അടുത്തത് ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ബൈ റിമെമ്പറിങ്, ലേണിംഗ് ബൈ ഇൻസൈറ്റ്. അപ്പൊ ലേണിംഗിന്റെ ക്വസ്റ്റ്യൻസ് വരിക: വാട്ട് ഈസ് ലേണിംഗ്, വാട്ട് ആർ ദി കണ്ടീഷൻസ് എഫക്റ്റിംഗ് ലേണിംഗ്, വാട്ട് ആർ ദി തിയറീസ് ഓഫ് ലേണിംഗ്. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ലേണിംഗിന്റെ എസ്സേ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇപ്പൊ ലേണിംഗും പേഴ്സണാലിറ്റിയും എസ്സേ വരുന്ന ഏരിയ ആണ്. അപ്പൊ അത് നന്നായി പഠിക്കുക. ഈ സ്ലൈഡ് തന്നെ നന്നായി പഠിച്ചാൽ മതി, ക്വസ്റ്റ്യൻസ് എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദി ടേം ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ. ഇപ്പൊ പേഴ്സണാലിറ്റീനെ ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആരാന്നാണ് ചോദിച്ചേക്കണത്. ഓപ്ഷൻ ബി കാൾ യങ് ആണ്. സ്വിസ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള കാൾ യങ് ആണ് പേഴ്സണാലിറ്റീനെ ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ബേസിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡാഷ് ഇയേഴ്സ്. പേഴ്സണാലിറ്റി ട്രേറ്റ് 6 ഇയേഴ്സ് ആവുമ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ആൻസർ സി ആണ്, 6 ഇയേഴ്സ്. തേർഡ് ക്വസ്റ്റ്യൻ: dash is described as the tendency to behave in a consistent manner. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ബിഹേവ് ചെയ്യണതിനെ പറയണതാണ് ഓപ്ഷൻ ബി പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: dash is described as the super highway for learning. മോട്ടിവേഷനെയാണ് സൂപ്പർ ഹൈവേ ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ മോട്ടിവേഷൻ ഈസ് ദ സൂപ്പർ ഹൈവേ ഫോർ ലേണിംഗ്. Next question: learning by condition reflex is put forward by. Learning by condition reflex is put forward by
ഇവാൻ പാവ്ലോ ആണ് ലേണിംഗ് ബൈ കണ്ടീഷൻഡ് റിഫ്ലെക്സ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലേണിംഗ് ബൈ ട്രയൽ ആൻഡ് എറർ തിയറീസ് പുട്ട് ഫോർവേഡ് ബൈ എന്നും ചോദിക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ മാച്ച് ദി ഫോളോയിങ്ങിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ ആരാണ് ഏത് സൈക്കോളജിസ്റ്റ് ആണെന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തത് ഹാബിറ്റ്. അപ്പൊ ഹാബിറ്റ് നമ്മൾ പറഞ്ഞു, ഹാബിറ്റ് ഈസ് ആൻ അക്കസ്റ്റംഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. പിന്നെ ഹാബിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് രണ്ടെണ്ണം നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ 2 മാർക്കിന് അത് മതിയാവും. പിന്നെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒരു കൺസിസ്റ്റന്റ് മാനറിൽ ടെൻഡൻസി ടു ബിഹേവ് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ ഇൻ എ സിറ്റുവേഷൻ എന്ന് പറയുന്നതാണ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്ന്. ആ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്, ബേസിക് പേഴ്സണാലിറ്റി ട്രെയ്റ്റ് 6 ഇയേഴ്സിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ്, കുറച്ച് ക്വാളിറ്റീസ്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്ന് പറയും, കുറച്ച് എക്സാമ്പിൾസും കൂടി ഒപ്പം പഠിച്ചു വെക്കുക 2 മാർക്കിന്. നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഒരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണു, ഫേവർ ആണോ അൺഫേവറബിൾ ആയിട്ടാണോ, അതിനെ പറയണതാണ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡിന് നമ്മൾ ആ കൊളസ്ട്രം അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, അതും കൂടി എഴുതണം. 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് അറ്റ്ലീസ്റ്റ് 2 സെന്റൻസുകൾ എഴുതിയാലാണ് മാർക്ക് കിട്ടുക. എക്സാമ്പിൾസും കൂടി എഴുതുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ലതാണ്. നെക്സ്റ്റ് ലേണിംഗ് നമ്മൾ പറഞ്ഞു, ലേണിംഗ് ഇസ് ദി പ്രോസസ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ മോഡിഫൈ ചെയ്യണ പ്രോസസ്സാണ് ലേണിംഗ്. പിന്നെ 3 ടൈപ്സ് അല്ലെങ്കിൽ 3 ഡൊമെയിൻസ് ഓഫ് ലേണിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടർ. അത് എഴുതാം 2 മാർക്കിന്. നെക്സ്റ്റ് മോട്ടിവേഷൻ എന്താണ്? മോട്ടിവേഷൻ ഇസ് ദി ഇന്നർ ഫോഴ്സ് വിച്ച് ഡ്രൈവ്സ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ടു ആക്ഷൻ. സൂപ്പർ ഹൈവേ ഫോർ ലേണിംഗും മോട്ടിവേഷൻ ആണ്. പിന്നെ പോസിറ്റീവ് മോട്ടിവേഷൻസ് ഉണ്ട്, നെഗറ്റീവ് മോട്ടിവേഷൻ ഉണ്ട്. പോസിറ്റീവ് മോട്ടിവേഷന്റെ ഒക്കെ എക്സാമ്പിൾ എഴുതുക. നെക്സ്റ്റ് ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷനും പേഴ്സണാലിറ്റീനെ ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനായിട്ട് ഡിവൈഡ് ചെയ്തത് കാളിയങ് ആണ്. പിന്നെ ഇൻട്രോവേർട്ടിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക, എക്സ്ട്രോവേർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. അത്ര മതി 2 മാർക്കിന്. നെക്സ്റ്റ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ആണ്. ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4 കമ്പോണൻസ് ആണ് പേഴ്സണാലിറ്റിക്ക് ഉള്ളത്. ആ 4 കമ്പോണൻസ് വെൽ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയണത്. ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ഹാബിറ്റ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഹാബിറ്റും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 3 പോയിന്റും പ്രിൻസിപ്പിൾസ് ഒരു 5 പോയിന്റും ഉണ്ടായിരുന്നു. ഹാബിറ്റിന്റെ ഡെഫിനേഷനും എഴുതുക, അപ്പൊ 5 മാർക്ക് കിട്ടും. അടുത്തത് ഡെഫിനേഷൻ ഓഫ് പേഴ്സണാലിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് അതുപോലെ തന്നെ പഠിക്കണം. ആ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദി ഇൻഡിവിജ്വൽ, സൈക്കോ ഫിസിക്കൽ സിസ്റ്റം, യുണീക്ക് അഡ്ജസ്റ്റ്മെന്റ്. ആ കീ പോയിന്റ്സ് വരുന്ന രീതിയിൽ തന്നെ അത് കീ പോയിന്റ്സും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. പിന്നെ പേഴ്സണാലിറ്റി ഇസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് പേഴ്സോണ വിച്ച് മീൻസ് മാസ്. അങ്ങനത്തെ പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. 5 മാർക്കിന് പേഴ്സണാലിറ്റി അത്യാവശ്യത്തിന് എഴുതാനുണ്ട്. പേഴ്സണാലിറ്റിന്റെ സ്ലൈഡ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം പഠിക്കുക. കമ്പോണൻസ് ഓഫ് പേഴ്സണാലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇങ്ങനെ 6 സ്റ്റേജസ് പറഞ്ഞു. ഇൻഫൻസ്, പ്രീ സ്കൂള്, സ്കൂൾ ഏജ്, അഡോളസെന്റ്, അഡൾട്ട്ഹുഡ്, ഓൾഡ് ഏജ്, അതൊക്കെയാണ് സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇങ്ങനെ ഇടയെന്ന് ചോദിച്ചാൽ നമ്മൾ പേഴ്സണാലിറ്റിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രോ എഴുതിയിട്ട് വേണം അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഓർ ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ബേസിക് നീഡ്സ്, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ലേണിംഗ് ആൻഡ് കണ്ടീഷൻസ് എഫക്റ്റിംഗ് ലേണിംഗ്. അപ്പൊ ലേണിംഗിന്റെ ഡെഫിനേഷൻ എഴുതുക, അതുപോലെ കണ്ടീഷൻസും ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. ഇന്റലിജൻസ്, ഏജ്, അങ്ങനത്തെ കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എഴുതുക. തിയറീസ് ഓഫ് ലേണിംഗ്, ഓരോ തിയറി വിത്ത് എക്സാമ്പിൾ എന്തായാലും എഴുതണം. എക്സാമ്പിളോടെ തന്നെ എഴുതിയാലാണ് മാർക്ക് കിട്ടുള്ളൂ. ഇവാൻ പാവ്ലോവിന്റെ ഡോഗിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ അവരവരുടെ വേർഡ്സിൽ തന്നെ മനസ്സിലാക്കിയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഒരു സ്റ്റോറി പോലെ അത് എഴുതുക. നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ
രണ്ട് മെയിൻ എസ്സേ ആണ് ഡിസ്കസ് ചെയ്തത്. സൈക്കോളജി പേപ്പർ 4ന്റെ പേപ്പറിൽ ഇതിലത്തെ ഏതെങ്കിലും ഒരു എസ്സേ ഉണ്ടാവാതിരിക്കില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷനും എറ്റിമോളജിക്കലി മീനിങ്ങും എഴുതുക. എക്സ്പ്ലെയിൻ ദി കമ്പോണൻസ് ഓഫ് പേഴ്സണാലിറ്റി, 4 കമ്പോണന്റിന്റെ കാര്യം എഴുതുക. സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നെക്സ്റ്റ് സെക്കൻഡ് എസ്സേ, വാട്ട് ഈസ് ലേണിംഗ്? കണ്ടീഷൻസ് എഫക്റ്റിംഗ് ലേണിംഗ്, തിയറീസ് ഓഫ് ലേണിംഗ്. അപ്പൊ ഇത്രയാണ് എസ്സേ. ഇതിലത്തെ ഏതെങ്കിലും ഒരു എസ്സേ എന്തായാലും ചോദിക്കാതിരിക്കില്ല. അപ്പൊ പേഴ്സണാലിറ്റിയും ലേണിംഗും സൈക്കോളജിയിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ടോപ്പിക്കാണ്. അതുപോലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസും 5 മാർക്ക് ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഏരിയ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.